ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ കാഷ്വൽ ആയിട്ടുള്ള സെഷനാണ്. ഞാനൊരു സ്ലൈഡ് വരെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വഴി മനസ്സിലായിക്കോളും. ഇതിൽ തന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് റിച്ച് ഫാസ് എന്നാണ്. തിങ്റ ഫോറോ കോളേജ് ക്യാമ്പസ് ലീഡാണ്. പിന്നെ തിങ്റബ് ഫ്ലട്ടർ ലേണിംഗ് ഫെസിലിറ്റേറ്റർ ആണ്. കറന്റ് ഇപ്പം സ്റ്റാക്കിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കഥകൾ. ആക്ച്വലി ജാവാസ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണിത്. ഇപ്പം ഒരുപാട് ഫ്രെയിം വർക്ക്, ഇപ്പോൾ റിയാക്ട് ആയാലും വ്യൂ ആയാലും സെൽറ്റ് ആയാലും ആംഗുലർ ആയാലും ഒക്കെ ഓരോന്നും അതിൻ്റെതായിട്ടുള്ള യൂസ് കേസസും അതേപോലെ തന്നെ പോരായ്മകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് പിക്ക് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ജാവാസ്ക്രിപ്റ്റിൻ്റെ അഥവാ ജാവാസ്ക്രിപ്റ്റ് ES6 ഏറ്റവും ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ക്രൂഷ്യലാണ്. അല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റിയാക്ട് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുറേ സാധനങ്ങൾ നമുക്ക് മാജിക് ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. ഇപ്പോൾ എറടിക്കുമ്പോഴാണ് സാധനം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം അതില്ലാണ്ടിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതൊന്നും അറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് ES6 അഥവാ മോഡേൺ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ മോഡേൺ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ കുറച്ച് പ്രാക്ടീസസും കാര്യങ്ങളും പറയാന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ള ഒരു വ്യൂ പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഥവാ വാരിയബിൾ എന്താണ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്താണ്, ലൂപ്പ് എന്താണ് എന്നൊക്കെയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ആർക്കുണ്ടെങ്കിലും ഇത് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നല്ല സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ പറയണേ. ആദ്യം തന്നെ ഞാൻ VS Code ആയിരിക്കും യൂസ് ചെയ്യാം. VS Code വിത്ത് Coca.js എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഓൺ ദ ഗോ ഔട്ട്പുട്ട് കാണാൻ രൂപത്തിൽ. അതിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലോ. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ എവിടെയൊക്കെയാണ് എഴുതുക എന്നുള്ളതൊക്കെ ഫെമിലിയർ അല്ലേ. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ എവിടെ എഴുതാം? ഇന്ററാക്റ്റീവ് സെഷൻ ആണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. വെബ് ഡെവലപ്മെന്റിൽ നമ്മളിപ്പം ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് വെബ് ഡെവലപ്മെന്റിലാണ്. അത് തുടങ്ങിയ കാലത്തൊക്കെ ബ്രൗസറിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നെങ്കിൽ ഇപ്പം ബാക്ക് എൻഡിൽ നോഡ് റൺ ടൈമിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് വെബിൻ്റെ അകത്ത് നമ്മളെ വെബ് പേജിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ അകത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് SRC വെച്ചിട്ടൊക്കെ കൊടുക്കാം. ഇനി അതല്ല നോഡിലാണെങ്കിൽ നമ്മൾ നോഡിനെ കൊണ്ട് നേരെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രെയിം വർക്കിൻ്റെ അണ്ടറിലായിട്ട് വരും. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നതും അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനായിരിക്കും. ഇപ്പോൾ ക്രോമിൻ്റെ അകത്താണെങ്കിൽ V8 എഞ്ചിനുണ്ട്, മൊസില്ല ഫയർഫോക്സിനാണെങ്കിൽ സ്പൈഡർ മോങ്കി എന്നൊക്കെ പേരുള്ള എഞ്ചിനുണ്ട്. അതൊക്കെ ജസ്റ്റ് നെയിംസ് ആണ്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാൻ പല വേസ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പം പറഞ്ഞല്ലോ Coca.js എന്നിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ബേസിൽ അഥവാ സാധനം റൺ ചെയ്യുന്നത് നോഡിൻ്റെ അകത്താണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ വാരിയബിൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ. ഒരു വാരിയബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ജസ്റ്റ് ഒരു പെട്ടി എന്നൊക്കെ കളിക്കുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോലത്തെ നമ്പേഴ്സ് ഉണ്ട്, അല്ലെ പോയിന്റുള്ള നമ്പേഴ്സ്. അതിനൊക്കെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള നമ്പർ എന്നാണ് പറയാം. പിന്നെ സിംഗിൾ കോഡ്സ് എൻക്ലോസ് ചെയ്ത സ്ട്രിങ്സ് ഉണ്ട്, പിന്നെ ബൂളിയൻസ് ഉണ്ട് അഥവാ ട്രൂ ഓർ ഫാൾസ്. ഇനി അതല്ല കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത കുറച്ച് ടൈപ്പ് സാധനങ്ങൾ കൂടെ ഉണ്ട്. സിമ്പിൾ, അതേപോലെ തന്നെ അൺഡിഫൈൻഡ്, നൾ, അങ്ങനെ 7 പ്രിമിറ്റീവ് ടൈപ്പാണ് ജാവാസ്ക്രിപ്റ്റിൽ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ളത്. അതിൻ്റെ മേലെ കിടക്കുന്ന സാധനം അല്ലെങ്കിൽ ഇതല്ലാത്ത എല്ലാ സാധനത്തെയും നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് ഇത്രയൊക്കെയാണുള്ളത്. നമ്പേഴ്സ്, അതേപോലെ തന്നെ സ്ട്രിങ് ഉണ്ട്, പിന്നെ ബൂളിയൻ ഉണ്ട്. ഒക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. അപ്പോൾ നമുക്ക് വാരിയബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പഠിച്ചത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വാർ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് വാരിയബിളിന് പേര് കൊടുക്കും. ഫോർ എക്സാമ്പിൾ നെയിം എന്നുള്ളൊരു വാരിയബിൾ ഉണ്ടാക്കാൻ ഇങ്ങനെ കൊടുക്കും. നെയിമിലെ വേറെ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു നമ്മൾ വാരിയബിൾ ഉണ്ടാക്കുന്നത്. വാർ വാരിയബിളിന് പേര് നമുക്ക് വാല്യൂ കൊടുക്കാം. പക്ഷേ ഈ വാറിൻ്റെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഞാൻ വേറൊരു വാല്യൂ ഉണ്ടാക്കണം. ഇപ്പോൾ X എന്നൊരു വാല്യൂ ഉണ്ടാക്കണം. അതിൻ്റെ വാല്യൂ ഒരു 10 എന്ന് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒരു വെറുതെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാം. ഒരു ഇഫ് ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേളി ബ്രേസ് ഇട്ട സാധനത്തിൽ നമ്മൾ ബ്ലോക്ക് എന്ന് വിളിക്കും. അപ്പോൾ ഇത് കുഞ്ഞു വേൾഡാണ്. ഇത് മൊത്തം ഔട്ട് സൈഡാണ്. ഈ കേളി ബ്രേസിന്റെ അകത്തുള്ള സാധനം കുഞ്ഞു വേൾഡാണ്. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ വേറൊരു X ഉണ്ടാക്കാം. ഞാൻ 20 കൊടുക്കാം. വാല്യൂ എത്ര വരുന്നത്?
ഇപ്പോൾ 20 വരുന്നുണ്ട്. ഇനി ആ കുഞ്ഞു വേൾഡിൽ നമ്മൾ പുറത്തേക്ക് വന്ന്, അല്ലെങ്കിൽ ഈ കേളി ബ്രേസിൽ നിന്ന് പുറത്തേക്ക് വന്ന്, എന്നിട്ട് നമ്മൾ എക്സിന്റെ വാല്യൂ നോക്കാം. അപ്പം നോക്കിക്കഴിഞ്ഞാലും 20 തന്നെയാണ്. ഇവിടെ വാർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാറിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ സ്കോപ്പാണ്. അല്ലെങ്കിൽ മൊത്തമായിട്ട് നമ്മൾ എവിടെ വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലോബൽ വാരിയബിൾസ് എന്നൊക്കെ പറയുന്ന അതേ ഒരു കൺസെപ്റ്റ് തന്നെ വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസ് ചെയ്ത ഫംഗ്ഷനകത്ത് എല്ലായിടത്തും ഉള്ള സ്കോപ്പിലാണ്, അല്ലെങ്കിൽ നെയിം സ്പേസിലാണ് ആ വേരിയബിൾ വരിക. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മുടെ എക്സിൻ്റെ 10 എന്നുള്ള വാല്യൂ നമ്മൾ ഓവർ റൈഡ് ചെയ്തിട്ട് 20 ആയിപ്പോയി. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഈഫിൻ്റെ അകത്ത് മാത്രമേ അത് 20 ആവശ്യമായിട്ടുള്ളത്, ബാക്കിയൊക്കെ നമുക്ക് 10 തന്നെയായിരുന്നു വേണ്ടത്. അതുകൊണ്ട് തന്നെ വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരും. വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ ലെവലാണ് ഇതിൻ്റെ സ്കോപ്പ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലോക്കിനകത്തൊക്കെ സെയിം വേരിയബിൾ നെയിം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള സാധനത്തിൻ്റെ വാല്യൂ ഓവർ റൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കീവേഡ് ജാസ്റ്റിട്ട് കൊണ്ടുവന്നു. ഇതാണ് ലെറ്റ്. നമ്മൾ വാറിന് പകരം ലെറ്റ് യൂസ് ചെയ്തു. ലെറ്റ് യൂസ് ചെയ്താൽ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ലെറ്റിനകത്ത് നമ്മൾ ജസ്റ്റ് ലെറ്റ് നേരത്തെ വാർ യൂസ് ചെയ്ത അതേ ഐഡിയയിൽ തന്നെ ഈ ഒരു കുഞ്ഞു വേൾഡിൻ്റെ അകത്ത് യൂസ് ചെയ്തു. പക്ഷെ ഇവിടെ ഉള്ള മാറ്റം എന്താ, ഈ കുഞ്ഞു വേൾഡിൻ്റെ അകത്ത് ഇത് 20 തന്നെ, എക്സിൻ്റെ വാല്യൂ 20 തന്നെ. പക്ഷെ പുറത്തെത്തിയപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആണ്. അതായത് ലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓവർ റൈഡ് ചെയ്യും. അപ്പോൾ ലെറ്റിന് നമ്മൾ പറയും ബ്ലോക്ക് സ്കോപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ ലെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിൾ ഈ ഒരു കുഞ്ഞു വേൾഡിൽ മാത്രമുള്ള ഒരാളാണ്. നേരത്തെ വാറാണെങ്കിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താ ആ ഒരു ബ്ലോക്കിനകത്ത് മാത്രമേ അതിൻ്റെ സ്കോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ വേരിയബിൾ ഇങ്ങനെ ഓവർ റൈഡ് ആയി പോകുന്നത്, അറിയാണ്ട് ഓവർ റൈഡ് ആയി പോകുന്നത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ലെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രിഫറൻസ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഏത് കോഡ് ബേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വാറ് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. നമ്മൾ ഏറെക്കുറെ എല്ലാ ടൈമും ലെറ്റും ഇനി ഒരു സാധനം കൂടി പറയാണ്ട് കോൺസ്റ്റും അതാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ വാറും ലെറ്റും തമ്മിലുള്ള ഏറ്റവും മേജർ ആയിട്ടുള്ള ഡിഫറൻസ് അതിൻ്റെ സ്കോപ്പാണ്. അപ്പോൾ വാർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ സ്കോപ്പാണ്, ലെറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് സ്കോപ്പാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. അല്ല, ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഉപയോഗിച്ചാല് സംഭവം മാറോ വാറ്? ഫംഗ്ഷന്റെ ഉള്ളിൽ ഉപയോഗിച്ചാലും ഇതേ സെയിം കൺസെപ്റ്റ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ആകെ കൂടെ സ്കോപ്പ് പറയാന്നുള്ളത് ബ്ലോക്ക് വരുമ്പോൾ മാത്രമേ അത് ചേഞ്ച് ഉണ്ടാവും. അത് വാറാണെങ്കിൽ ഇതേപോലെ തന്നെ വർക്ക് ചെയ്യും. ലെറ്റ് ആകുമ്പോൾ ഒരു ബ്ലോക്കിനകത്താകുമ്പോൾ ആ ബ്ലോക്കിൽ മാത്രമേ ഇയാൾക്ക് ഈ ഒരു പേരിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന്റെ പുറത്തുള്ള എക്സും ഇവിടെയുള്ള എക്സും രണ്ടാണ്. ഓക്കെ, വാറിന് ഫംഗ്ഷൻ സ്കോപ്പ് എന്ന് പറയാൻ കാരണം അപ്പോൾ ഫംഗ്ഷൻ സ്കോപ്പ് എന്ന് പറയാൻ കാരണം നമ്മൾ ഇപ്പോൾ ഈ ഒരു ലെറ്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ വാർ എന്ന് പറയുന്ന സാധനം വാർക്കാണ് മനസ്സിലാവും. ഈ ഒരു കോഡിന് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഗ്ലോബൽ ആയിട്ട് ഇട്ടാൽ മതി, ഞാനൊരു ഫംഗ്ഷൻ്റെ അകത്താണെന്ന് വിചാരിക്കാം. സ്കോപ്പ് എന്ന് വിളിക്കാൻ റീസൺ ഈ ഒരു എക്സ് എന്നുള്ള വാരിയബിൾ ഈ ഫംഗ്ഷൻ്റെ അകത്ത് എവിടെയും യൂസബിൾ ആണ്. നമ്മളിവിടെ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് വാറെന്താ പറഞ്ഞത്, വാറാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഗ്ലോബൽ സ്കോപ്പിലാണ് വരിക, ലെറ്റ് ആകുമ്പോൾ ഫംഗ്ഷൻ സ്കോപ്പിലാണ് വരിക, അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് നമ്മളെന്താ ഒരു വേരിയബിൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ അറ്റാച്ച് ചെയ്യുന്നത് ഏത് നെയിം സ്പേസിലാണ് ഉള്ളത് ഡിസൈഡ് ചെയ്യാനാണ് വാറും ലെറ്റ് യൂസ് ചെയ്യുന്നത്. വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബലായിട്ട് അറ്റാച്ച് ചെയ്യും, ലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കോപ്പിൽ മാത്രമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ പ്രിഫറബിളി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ലെറ്റ് ആയിരിക്കും. ലെറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ലെറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, സ്കോപ്പിന്റെ ആ ഒരു കഥ മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലോബലി ആയിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലോക്കിനകത്ത് മാത്രമായിട്ടായിരിക്കും. അപ്പോൾ അതിന്റെ പുറത്തുള്ള സെയിം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനുള്ള വാല്യൂ ഇതിനുള്ള വാല്യൂ നമുക്ക് യാതൊരു ബന്ധമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ വാറും ലെറ്റും. പിന്നെ ലെറ്റിന്റെ സെയിം ഐഡിയയിൽ വരുന്ന സാധനമാണ് കോൺസ്റ്റ്. പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കോൺസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വ്യത്യാസം നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ലെറ്റ് യൂസ് ചെയ്തിട്ട് അതിന് വേരിയബിൾ ഉണ്ടാക്കണം, നമ്മൾ കോൺസ്റ്റ് യൂസ് ചെയ്തിട്ട് വേരിയബിൾ ഉണ്ടാക്കണം. അത് വ്യത്യാസം എന്താ വെച്ചാൽ നമ്മൾ കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ ഞാനിവിടെ 20 കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് വാരിയബിളിന് പിന്നെ അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ
ആദ്യം പറഞ്ഞു വാറും ലെറ്റും തമ്മിലുള്ള ഡിഫറൻസ് അതിന്റെ സ്കോപ്പിന്റെ കാര്യത്തിലാണ്. വാർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ സ്കോപ്പാണ്, ലെറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് സ്കോപ്പാണ്. ഇനി ലെറ്റും കോൺസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് രണ്ടും ഒരേപോലെ തന്നെയാണ്, ആകെക്കൂടെ വ്യത്യാസം കോൺസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കൊടുത്താൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് കോൺസ്റ്റ്. കോൺസ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഏറ്റവും മാക്സിമം യൂസ് ചെയ്യാൻ കോൺസ്റ്റ് ആണ് ശ്രമിക്കാം. ഇനി കോൺസ്റ്റ് പറ്റില്ലെങ്കിൽ നമ്മൾ ലെറ്റ് യൂസ് ചെയ്യും. ഇനി ലെറ്റും പറ്റില്ലെങ്കിൽ നമ്മൾ വാർ യൂസ് ചെയ്യും. പക്ഷേ വാറിനെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യും. മാക്സിമം കോൺസ്റ്റ് അല്ലെങ്കിൽ ലെറ്റ്. കോൺസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ. കോൺസ്റ്റ് പറ്റില്ലെങ്കിൽ ലെറ്റ്, ലെറ്റ് പറ്റില്ലെങ്കിൽ വാർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഭവം നമുക്ക് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പൊ പൈത്തൺ ജാവയിലൊക്കെ കൂടിയ ആൾക്കാർക്ക് അറിയാം, നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് രീതിയിൽ അവിടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് ഉണ്ടാക്കിയിട്ട് ചെയ്യായിരുന്നു. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ആദ്യമായിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരാളുടെ പേര്, റോൾ നമ്പർ, സ്റ്റുഡന്റ് എന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് എല്ലാത്ത രൂപത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേരിയബിൾ ഉണ്ടാക്കി ചെയ്യാം. ഇപ്പോൾ നെയിം റിഫ്ലക്സ് നോക്കാം, റോൾ നമ്പർ ഈക്വൽ ടു 20 നോക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ നെയിമും റോൾ നമ്പറും ഒക്കെ ഒരു എൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന്റെ ഒരു എന്താ ലോജിക്കലി കറക്റ്റഡ് ആണല്ലോ ഈ റോൾ നെയിമൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളത് ഒറ്റ നെയിമിന്റെ അണ്ടറിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ ആവാം. അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഒബ്ജക്റ്റ് ഉണ്ടാക്കാനുള്ള സിന്റാക്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാ വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ലെറ്റ്, വാർ, കോൺസ്റ്റ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. നമ്മൾ ജസ്റ്റ് പറഞ്ഞു കോൺസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം കോൺസ്റ്റ് സ്റ്റാറ്റിക് ആയതുകൊണ്ട് തന്നെ മെമ്മറി സൈഡിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള സൈസ് ആയിരിക്കും. അതൊക്കെ നമുക്ക് പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് നമുക്ക് കോൺസ്റ്റ് ഉപയോഗിച്ച് നോക്കാം. പിന്നെ സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ വേരിയബിളാണ് സ്റ്റുഡൻ്റ് എന്നതിന് പേര് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പൈത്തണിലൊക്കെ നമ്മൾ ഡിക്ഷണറി ഒക്കെ ഉണ്ടാക്കുന്ന സെയിം മാനാണ് കേളി ബ്രേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ജാവാസ്ക്രിപ്റ്റിൽ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് കീ വാല്യൂ പേസ് ആണ്. കീ ഇട്ടും വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് നെയിം ഉണ്ടാവും. നെയിം വാല്യൂ ആയിട്ട് നമുക്ക് വാല്യൂ ടൈപ്പ് നേരത്തെ പറഞ്ഞ ഏത് പ്രിമിറ്റീവ് ടൈപ്പും കൊടുക്കാം. നമ്പർ കൊടുക്കാം, സ്ട്രിങ് കൊടുക്കാം. ഇനി അതെല്ലാം കുറച്ചുകൂടെ മുടക്കി നമ്മൾ കുറച്ചുകൂടെ ഹയർ ഓർഡർ ആയിട്ട് ഈ ഒബ്ജക്റ്റിന്റെ അകത്ത് തന്നെ ഒബ്ജക്റ്റിനെ കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം സാധനം തന്നെ ഒന്നുകൂടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് ഇപ്പോൾ എന്താ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ഒരു പേരിന്റെ അണ്ടറിലാണ് ഈ രണ്ട് പ്രോപ്പർട്ടീസ് ആണ് തന്നെ. അപ്പോൾ സ്റ്റുഡൻറ്റിന് നെയിം കിട്ടണമെങ്കിൽ സ്റ്റുഡൻറ്റ് ഡോട്ട് നെയിം കൊടുത്താൽ മതി. പേര് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം. അങ്ങനെ പേരല്ല വേണ്ടത്, റോൾ നമ്പറാണ് വേണ്ടതെങ്കിൽ സ്റ്റുഡൻറ്റ് ഡോട്ട് റോൾ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ വേരിയബിൾ ഉണ്ടാക്കുന്ന സെയിം സിന്റാക്സിൽ വേരിയബിളിന് നമ്മൾ കോൺസ്റ്റോ ലെറ്റോ വാറോ യൂസ് ചെയ്യാം. നമ്മൾ പ്രിഫറബിളി കോൺസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ഇനി ലെറ്റ് യൂസ് ചെയ്താൽ പ്രശ്നമില്ല, വാർ യൂസ് ചെയ്താൽ പ്രശ്നമില്ല. ശേഷം വേരിയബിളിന് ഒരു പേര് ഈക്വൽ ടു എന്നിട്ട് കേളി ബ്രേസിന്റെ അകത്ത് കീ വാല്യൂ പേരായിട്ട് കൊടുക്കുക. കീ വാല്യൂ ആയിട്ട് കീ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോർമലി ടൈപ്പ് ചെയ്യുക. സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ ഒന്നും ആക്കിയിട്ട് പൈത്തണിന് ഡിക്ഷണറി ഒക്കെ കൊടുക്കുമ്പോൾ കൊടുക്കരുത്. ജസ്റ്റ് നോർമലി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കോളൻ എന്നിട്ട് വാല്യൂ ആയിട്ട് വാലിഡ് ആയിട്ടുള്ള ഏത് ജാവാസ്ക്രിപ്റ്റ് പ്രിമിറ്റീവ് ടൈപ്പ് ഒബ്ജക്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ബേസിക് ആയിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. അപ്പൊ അത് ക്ലിയർ ആണോ? ആണെങ്കിൽ നമുക്ക് പറഞ്ഞു സ്ട്രക്ചർ ഉണ്ടാക്കണ ഒരു മോഡൽ മീൻസ് ഇങ്ങനെ എന്താ ക്ലിയർ ആയില്ല? ആക്ച്വലി നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിൾ ഉണ്ടാക്കുന്ന സെയിം സിന്റാക്സിൽ തന്നെ വേരിയബിളിന് മുമ്പിൽ നമ്മൾ കോൺസ്റ്റന്റ് വാറെന്ന് ലെറ്റെന്ന് യൂസ് ചെയ്യും. വേരിയബിളിന് പേര് കൊടുക്കും, ഈക്വൽ ടു കൊടുക്കും. എന്നിട്ട് കേളി ബ്രേസിന്റെ അകത്ത് കീ വാല്യൂ പേസ് ആയിട്ട് കൊടുക്കും. പിന്നെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോട്ട് ഇട്ടിട്ട് ആക്സസ് ചെയ്യാം. ഇപ്പോൾ റോൾ നമ്പർ ആണെങ്കിൽ ആ വേരിയബിൾ നെയിം ഡോട്ട് റോൾ നമ്പറിന് റോൾ കൊടുക്കാം. നെയിം ആണെങ്കിൽ ഡോട്ട് നെയിം കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്, ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യുന്നതിന് നമ്മൾ സ്റ്റാറ്റിക് ആക്സസിംഗ് എന്നാണ് പറയുക. അല്ലെങ്കിൽ നമ്മളിവിടെ കോഡിനകത്ത് ടൈപ്പ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതല്ലാണ്ട് നമുക്ക് വേറെ മെത്തേഡ് കൂടെ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാനുണ്ട്. ഡൈനാമിക് ആക്സസ് എന്ന് പറയും. നമ്മൾ പൈത്തൺ വേർഡിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. നിങ്ങൾക്ക് ഡിക്ഷണറിനകത്ത് ഒരു വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ കീ ഇങ്ങനെ കൊടുക്കുക. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് നെയിമിന്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ആ വേരിയബിളിന്റെ പേര് കഴിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ്
സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കീ കൊടുക്കാം. അപ്പൊ ഇവിടെ കീ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുക്കണം. അപ്പൊ നേരത്തെ ചെയ്തെന്ന് വെച്ചാൽ സ്റ്റുഡന്റ് ഡോട്ട് നെയിം എന്നായിരുന്നു. അപ്പൊ അവിടെ സിംഗിൾ കോഡ്സ് ഡബിൾ കോഡ്സ് ഒന്നുമില്ല, ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ആക്സ് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സ്ട്രിങ് ആണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു വാരിയബിൾ നടക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കീ എന്നൊരു വാരിയബിൾ ഉണ്ടാക്കണം വിചാരിക്കാം. ആ വാരിയബിൾ ഇവിടത്തേക്ക് പാസ് ചെയ്യാം. സുഖം എന്താ വെച്ചാൽ ഈ വാരിയബിളിന്റെ വാല്യൂ എന്താണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡൈനാമിക് ആയിട്ട് ആക്സ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു യൂസറുടെ കയ്യിൽ നിന്നാണ് ഈ സാധനം വരുന്നതെങ്കിൽ അല്ലെങ്കിൽ API നിന്നാണ് വരുന്നത്, ആ ഒരു കേസിലൊക്കെ നമുക്ക് ഡൈനാമിക് ആയിട്ട് കീ കൊടുത്തിട്ട് വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സിന്റാക്സ് യൂസ് ചെയ്യാം. ഈ ഒരു സിന്റാക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ സാധനം അൺഡിഫൈൻഡ് ആവും. അങ്ങനെയാണ് നമുക്കിപ്പോൾ എനിക്കിത് മറ്റേ റോൾ നമ്പർ ആവുണ്ടെങ്കിൽ നെയിമിന് അവരെ റോൾ കൊടുത്തു കഴിഞ്ഞാൽ റോൾ കിട്ടും. ഇപ്പൊ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡോട്ട് ഇട്ടിട്ട് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ കോഡിന്റെ പാർട്ടായിട്ടാണ് വരിക. സോറി, കോഡിന്റെ പാർട്ടായിട്ടാണ് വരുന്നത്. ഇനി ഡോട്ടല്ല, നമുക്ക് ഡൈനാമിക് ആയിട്ട് വേണമെങ്കിൽ ബ്രാക്കറ്റിനകത്ത് സ്ട്രിങ് ആയിട്ട് കീ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ റിയാക്റ്റിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഹുക്കൊക്കെ ഇതിന്റെ ഒരു ബേസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയിട്ട് സാധനം കാണാം. അപ്പോൾ ഈ ഒരു സംഭവം ഐഡിയ കത്തിയും ചിലവര് മറ്റേ ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ഇത് കൺഫ്യൂസ്ഡ് ആവും. പറയാം. ഡിക്ഷണറിയുള്ള പോണല്ലേ സംഭവം. അതല്ലാത്തതും ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം പറഞ്ഞത് ബാറും ലെറ്റും കോൺസ്റ്റും. അപ്പൊ അതിൽ നമ്മൾ മാക്സിമം കോൺസ്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കും. അത് പറ്റില്ലെങ്കിൽ ലെറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഒരു ലക്ഷ്യമില്ലെങ്കിൽ വാർ യൂസ് ചെയ്യും. വാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ സ്കോപ്പ് ആണ്, ലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് സ്കോപ്പ് ആണ്. അപ്പൊ അവിടെ നെയിം കോഡീഷൻ ഒരേ പേരുള്ള വാരിയബിൾസ് വരുമ്പോൾ വാല്യൂസ് മാറിപ്പോകാനാണ് നമ്മൾ ലെറ്റ് യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. രണ്ടാമത്തത് ഒബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാക്കണം. ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ വാരിയബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാം. വാരിയബിളിന്റെ മുമ്പിൽ നമ്മൾ ഒരു കീവേഡ് ലെറ്റോ ബാറോ കോൺസ്റ്റോ കൊടുക്കണം. വാരിയബിളിന് പേര് കൊടുക്കണം. ഈക്വൽ ടു കൊടുത്തിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ കർലി ബ്രേസിന്റെ അകത്ത് നമ്മൾ കീ വാല്യൂ പേസ് ആയിട്ടാണ് ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി ആക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോട്ട് ഇട്ടിട്ട് ആക്സ് ചെയ്യാം. അതിന് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയും. ഡൈനാമിക് ആയിട്ട് ആക്സ് ചെയ്യാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രിങ് ആയിട്ട് കീ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. അപ്പോൾ അതാണ് ഒബ്ജക്റ്റും അതേപോലെ തന്നെ ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി ആക്സ് ചെയ്യാനുള്ള മെത്തേഡ്സും. പ്രോപ്പർട്ടി ആക്സ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. നമുക്ക് നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കീ വാല്യൂ പേരായിട്ടാണ് സാധനം കൊടുക്കുന്നത്. അപ്പൊ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഈ ഫങ്ഷൻ ആസ് ഫസ്റ്റ് ഓർഡർ സിറ്റിസൺസ് ഒക്കെ കിട്ടണം, അല്ലെ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് ഒക്കെ കിട്ടണം. പ്രോഗ്രാമിംഗിൽ പറയുന്ന ടേമാണ്. ഫസ്റ്റ് ഓർഡർ സിറ്റിസൺസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടിട്ടില്ല. എന്താ വെച്ചാല് നമ്മളിപ്പോൾ വാരിയബിൾസിനൊക്കെ നമുക്ക് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം, അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കാം. ഒബ്ജക്റ്റിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാം. അതേപോലെ തന്നെ ഫംഗ്ഷനെ നമുക്ക് ഇതിനൊക്കെ ഉപയോഗിക്കാം, അതേ വൈബിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ കീ വാല്യൂ പേരായിട്ട് കീ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കൊടുക്കണം. വാല്യൂ ആയിട്ട് നമുക്ക് ഏത് പ്രിമിറ്റീവും കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ട്രിങ് കൊടുക്കാൻ പറ്റും, നമ്പർ കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻസിനെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡീറ്റെയിൽസ് നമുക്ക് ഒരു കീ കൊടുക്കണം. വാല്യൂ ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് എന്നിട്ട് ഒരു ഓപ്പണിങ്. ഇതൊരു അനോണിമസ് ഫംഗ്ഷൻ ആണ് കേട്ടോ. പേരില്ലാത്ത ഫംഗ്ഷൻ. അപ്പോൾ പേര് നമ്മൾ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കീ വാല്യൂ പേരായിട്ട് കൊടുക്കുന്ന സമയത്ത് കീ വാല്യൂ ഇവിടെ സ്ട്രിങ് കൊടുത്തത്, പിന്നെ നമ്പർ കൊടുത്തത്, പിന്നെ ഫംഗ്ഷനെ കൊടുത്തത്. അപ്പം നമ്മൾ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഫംഗ്ഷൻസിനെ എല്ലാവരെയും പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻസ് നമ്മൾ യാതൊരുത്തിൽ വേറെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫംഗ്ഷനെ എല്ലാവരെയും ചെയ്യുമ്പോൾ തന്നെ നിന്നൊക്കെ പാസ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ വാല്യൂ ആയിട്ട് ഈ പ്രിന്റ് ഡീറ്റെയിൽസ് പറയുന്ന കീന്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഫംഗ്ഷന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻസിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ സിറ്റിസൺ പറയാനുള്ള റീസൺ. കുറച്ചുകൂടെ അങ്ങോട്ട് എത്തിയാൽ ഹയർ ഓർഡർ ഫംഗ്ഷൻസ് പറയാൻ മനസ്സിലാവും. ജസ്റ്റ് നമുക്ക് സാധാരണ വാരിയബിൾസിനൊക്കെ അസൈൻ ചെയ്യുന്ന അതേ രൂപത്തിൽ നമുക്ക് ഫംഗ്ഷൻസിന് കൊടുക്കാൻ പറ്റും. നമുക്ക് എന്നിട്ട് ഈ പ്രിന്റ് ഡീറ്റെയിൽസിനുള്ള പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഈ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ പേര് അതേപോലെ തന്നെ റോൾ നമ്പറും പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളതിൽ കൺസോൾ ലോഗ് ഉണ്ട്. നമ്മൾ പേരും റോൾ നമ്പറും കിട്ടണം. പേരും റോൾ നമ്പറും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ
അങ്ങനെയാണ് നമ്മൾ ദിസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അപ്പം ദിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ് എന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ കിടക്കുന്ന ഒബ്ജക്റ്റ് എന്നതിൻ്റെ മീനിങ്. ഈ ഫംഗ്ഷൻ എവിടെ കിടക്കുന്നത്? ഈ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനെ കിട്ടും. അപ്പം നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ആ ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്യണേ. ഈ ദിസിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഒരു എന്താ ഈ ഒരു ഒബ്ജക്റ്റിനാണ്. അപ്പം ഒരു ഫംഗ്ഷൻ അതൊരു ഒബ്ജക്റ്റിന്റെ പാർട്ടാണെങ്കിൽ അത് നമ്മൾ ദിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനെ തന്നെ തിരിച്ചു തരും. ഇപ്പം ഇയാളെ തിരിച്ചു തരും. ഇയാളെ ഉള്ള കാര്യം തന്നെ നെയിം വിച്ച് പാസ് റോൾ 20 പ്രിന്റ് ഡീറ്റെയിൽസ് ഒരു ഫംഗ്ഷൻ. അപ്പം നെയിം വിച്ച് പാസ് റോൾ 20 പ്രിന്റ് ഡീറ്റെയിൽസ് ഒരു ഫംഗ്ഷൻ നമ്മൾ ലാംഡ ടൈപ്പ് റെപ്രസെന്റ് കിട്ടും. അതാണ് ദിസ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നേരത്തെ ആക്സസ് പുറത്ത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റുഡന്റ് ഡോട്ട് എന്നൊക്കെ രണ്ടോട്ട് നെയിം രണ്ടോട്ട് റോൾ അങ്ങനെയല്ലേ. അപ്പം ഈ ഫംഗ്ഷൻ അകത്ത് അങ്ങനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡന്റ് ഡോട്ട് എന്ന് പറയുന്നത് ദിസ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡീറ്റെയിൽസ് കുറഞ്ഞ സമയത്ത് റിച്ച് പാസ് 20 എന്നാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീ വാല്യൂ പെയറിന്റെ അകത്തായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം കൊടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കീ വാല്യൂ പെയർ കൊടുക്കുമ്പോൾ തന്നെ കീ ഒരു കോളൻ എന്നിട്ട് വാല്യൂ ആയിട്ട് ഒരു അനോണിമസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പേരില്ലാത്ത ഫംഗ്ഷനാണ് നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുക. അനോണിമസ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന നോർമൽ ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് എന്നിട്ട് പേര് വേണ്ട ഒരു ഓപ്പണിംഗ് ക്ലോസിങ് അഥവാ അതൊരു പാരാമീറ്റർ കൊടുക്കാം എന്നിട്ട് ഫംഗ്ഷന്റെ ബോഡി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻസിന് ഒരു ഒബ്ജക്റ്റിന്റെ പാർട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് ക്ലിയർ ആണോ? ഈ ഡിസ് ഉണ്ടല്ലോ ഓ അത് ഒബ്ജക്റ്റിനകത്ത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, യൂസ് ചെയ്തില്ലേ? അല്ല അത് ഞാൻ പറയാം. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന് ഇപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ അകത്തുള്ളതുകൊണ്ട് ദിസ് നമുക്ക് ഇത് റിട്ടേൺ ചെയ്യും. ഇനി അല്ലാത്ത കേസിൽ എന്താ വരാന്ന് പറയാട്ടോ. ഇവിടെയുള്ള ഈ കേസ് ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണ്. ഓക്കെ. അപ്പം അതേ പറയാം, എന്തായാലും പറയാം. പിന്നെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു യൂസ് കേസ് ആയതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റ് ES6 ഇതിന് കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയായിട്ടുള്ള വേ ഉണ്ട്. അടിപൊളിയായിട്ട് വേ എന്ന് പറയുമ്പോൾ നിങ്ങൾ കീ വാല്യൂ പേരായിട്ട് കൊടുക്കണ്ട. ഫംഗ്ഷൻസിന് ജസ്റ്റ് നിങ്ങൾ ഫംഗ്ഷൻ എന്നുള്ള കീവേഡും വേണ്ട, ജസ്റ്റ് ഫംഗ്ഷന്റെ പേര് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പൊ ഇതും യാതൊരുവിധ സിന്റാക്സ് എററും ഇല്ല. നിങ്ങൾ ഇങ്ങനെ കീ ആയിട്ട് എന്നിട്ട് വാല്യൂ ആയിട്ട് ഒരു അനോണിമസ് ഫംഗ്ഷൻ കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഫംഗ്ഷന്റെ പേര് മാത്രം കൊടുക്കുക, ഒരു ഓപ്പണിങ് എന്നിട്ട് അതിന്റെ ബോഡി. അപ്പൊ അത്ര കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഒരു എററും ഇല്ലാണ്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയല്ലോ. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കട്ടോ. ഫംഗ്ഷന് താഴെ കോൾ ചെയ്തില്ലെങ്കിൽ അത് ഇല്ലല്ലോ. എന്ത് ഇവിടെ ഔട്ട്പുട്ട് കാണിക്കുന്നത് ഞാൻ പറഞ്ഞു, ഞാൻ പോക്കാജേസ് മറ്റുള്ള എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഔട്ട്പുട്ട് കാണുന്നത്. ഓക്കെ, ചെറിയൊരു മാജിക് പോലെ തോന്നുന്നു. ഇവിടെ ഇത് കോൾ ചെയ്യല്ല കേട്ടോ, നമ്മള് ഇത് കോളിംഗ് ആണെന്ന് വിചാരിക്കട്ടെ. ഇത് ഫംഗ്ഷന്റെ ഡെഫിനേഷൻ കൊടുത്തതാണ്. നമ്മള് പകരം നമുക്ക് ജസ്റ്റ് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആക്ച്വലി അണ്ടർ കൊണ്ട് ഇതേ രൂപത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആവശ്യമില്ല, നമുക്ക് എഴുതാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ കീ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ട എന്നുള്ള ഒരു സംഭവം മാത്രമാണ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞു. ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീ വാല്യൂ പേഴ്സ് ആണ്. അതിൽ കീ ആയിട്ട് നമ്മൾ ഈ ഒരു സിന്റാക്സ് തന്നെ കൊടുക്കണം. വാല്യൂ ആയിട്ട് നമുക്ക് ഏത് പ്രിമിറ്റീവോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റോ എന്ത് സാധനമാണെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻസിനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷൻസിനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കീ വാല്യൂ ആയിട്ട് കൊടുക്കുന്നതിനാണ് നേരെ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫംഗ്ഷന്റെ പേര് ഓപ്പണിങ് അതിന്റെ ബോഡി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഒരു പ്രോപ്പർട്ടി ആക്സ് അല്ലെങ്കിൽ ഡോട്ട് ഇട്ടിട്ട് കോൾ ചെയ്യുന്ന അതേ രൂപത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്ത് ഫംഗ്ഷൻസിനെ കൊടുക്കുക. ഇത് ES6 ഒരു മോഡൽ. അപ്പൊ അങ്ങനെയാണ് അടുത്തേക്ക് പോകാം. അപ്പൊ ഇവിടെ ദിസിന്റെ കഥ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാലും പഠിക്കണം. ഫംഗ്ഷൻസ് ഉണ്ടാക്കാൻ നമ്മൾ പണ്ട് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. ഫംഗ്ഷൻ എന്ന് പറയും, ഒരു ഹലോ വേൾഡ് ഫംഗ്ഷൻ ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ സേ ഹലോ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ്, ഫംഗ്ഷന്റെ പേര്, ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, നമുക്ക് അതിന്റെ ബോഡി കൊടുക്കാം. അതിനകത്ത് നോക്കുകയാണെങ്കിൽ കൺസോൾ ഫംഗ്ഷൻ കോഡ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷന്റെ പേര് പാരന്തസിസ് കൊടുക്കാം, ഇൻപുട്ട് എന്തെല്ലാം കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഫംഗ്ഷനെ നമ്മൾ വേറെ കാണുന്ന ഒരു പരിപാടി നല്ല ഒഴിവാക്കണം. ജാവാസ്ക്രിപ്റ്റ് ES6 നമ്മളോട് ഫംഗ്ഷനും എല്ലാവരെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും എങ്ങനെ ഉണ്ടാക്കിയത് ഒബ്ജക്റ്റിന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, വേരിയബിളിലേക്ക് കൊടുത്തിട്ടല്ലേ.
അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ വെച്ചാൽ എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു സാധനം അവിടെ വെച്ചിട്ട് ഇതന്നെ ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ആണ് ഇത് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ വേരിയബിളിന്റെ രൂപത്തിൽ ഉണ്ടാക്കണമെങ്കിൽ വേരിയബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റോ ലെറ്റോ വാറോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ മാക്സിമം കോൺസ്റ്റന്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോൺസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫംഗ്ഷൻ പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ സേഹലോ എന്നുള്ള പേരിൽ ഫംഗ്ഷൻ ഉണ്ടാക്കണം. സേഹലോ എന്ന് കൊടുക്കാം. ഈക്വൽ ഇപ്പോൾ വേരിയബിൾ ഉണ്ടാക്കുന്ന ആ സിന്റാക്സ് ആണ്. ഇപ്പോൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ ഒബ്ജക്റ്റിന്റെ ഇത് കൊടുക്കും. ഈ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ്റെ ആ രൂപത്തിൽ കൊടുക്കും. അനോണിമസ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന ഫംഗ്ഷനിലെ കീവേഡ് പേരൊന്നും വേണ്ട, ഒരു ഓപ്പണിംഗ് ക്ലോസിങ്, പിന്നെ ബോർഡിൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് പറയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്ത് ഒരു വേരിയബിളിലേക്ക് ഒരു അനോണിമസ് ഫംഗ്ഷൻ അസൈൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫംഗ്ഷൻസ് ഉണ്ടാക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേരിയബിൾ ഒക്കെ ഉണ്ടാക്കുന്ന ആ സെയിം വൈബത്തിലെ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതാണ് കുറച്ചുകൂടെ പ്രിഫേർഡ് വേ. ഇങ്ങനെ പ്രിഫർ ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എന്തെങ്കിലും പേര് പറഞ്ഞല്ലോ, പേര് അവിടെ കട്ടെ. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ആക്ച്വലി ഒരു വേരിയബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ വേരിയബിൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു RX ഒരു വേരിയബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മൾ ഏറ്റവും മേലത്തേക്ക് കൊണ്ടുപോയ ഒരു ഫീൽ ഉണ്ടാവുക. ഈ ഒരു രൂപത്തിലാണ് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രൂപത്തിൽ ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻ ഡെഫിനേഷൻ മേലെ വരുന്ന ഒരു കേസൊക്കെ വരും. അതിന്റെ പേരെന്തെങ്കിലും എനിക്ക് ഓർമ്മയിട്ടില്ല, അവിടെ കണ്ട. അപ്പൊ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പണ്ട് പഠിച്ചത് ഫംഗ്ഷന്റെ പേര്, ഓപ്പണിംഗ് ക്ലോസിങ്, പിന്നെ ബോഡി ചെയ്യാനുള്ള സാധനങ്ങൾ. ഇനി അത് വേരിയബിൾ ഉണ്ടാക്കുന്ന സെയിം വൈബിലാണെങ്കിൽ വേരിയബിളിന് കീവേഡ് കൊടുക്കണം. ലെറ്റോ കോൺസ്റ്റോ വാറോ നമ്മൾ മാക്സിമം കോൺസ്റ്റന്റ് യൂസ് ചെയ്യാം. പിന്നെ ആ ഫംഗ്ഷൻ്റെ പേര് എന്നിട്ട് അനോണിമസ് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എന്താണ് വർക്ക്. അപ്പം ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന സംഭവം ക്ലിയർ ആണ്. രണ്ടും സെയിം എഫക്റ്റ് തന്നെയാണ്. അതുകൂടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാൻഡർഡൈസ്ഡ് വേ ഉണ്ട്. പിന്നെ രണ്ടാമത്തത് പിന്നെ ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹോയിസ്റ്റിംഗ് എന്ന് പറയും കേട്ടോ. നമ്മൾ വേരിയബിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സിയിലൊക്കെ പണ്ട് C99 താഴത്തേക്കുള്ള വേർഷൻസിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനിൽ അകത്ത് എവിടെയും അവസാനത്തിലൊന്നും കൊണ്ടുപോയിട്ട് വേരിയബിൾ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വേരിയബിൾസിനെ കൊടുക്കണം. ആ ഒരു സെയിം ഐഡിയ ആണ് ഇവിടെ ചെയ്യുന്നത്. വേരിയബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇപ്പം RX മറ്റേ ഇവിടെ ഉണ്ടാക്കിയാലും കൂടെ ഈ വേരിയബിൾ ആക്ച്വലി കൊണ്ടുപോയിട്ട് പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ നമ്മൾ ഹോയിസ്റ്റിംഗ് എന്ന് പറയും ലാസ്റ്റ്. അപ്പോൾ അത് അതിനൊരു കൊളീഷ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഐഡിയ ക്ലിയർ ആണോ? ഇല്ല ചേട്ടാ, ഒന്നും പറയാമോ? ഹോയിസ്റ്റിങ്ങിനെ കുറിച്ചാണോ? ഇപ്പൊ പറഞ്ഞു. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ X ഒന്നും വന്നിട്ടില്ല. ഇവിടെ ക്വാഡ്രാറ്റിക്സിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ X എന്നുള്ള വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എറർ വരുന്നുണ്ട്. ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് RX എന്ന് കൊടുത്തു. വേണ്ടോ, ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് X വന്നത്, എന്നാലും എറർ കാണിക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വായിച്ചു വരികയാണെങ്കിൽ ആദ്യം ഇതല്ലേ കാണും, ഇത് കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ ഇത് അൺഡിഫൈൻഡ് ആയി? ഒരു സാധനം അൺഡിഫൈൻഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് വാല്യൂ കൊടുത്തിട്ടില്ല. ആക്ച്വലി എന്താ സംഭവിച്ചത് വെച്ചാൽ നിങ്ങൾ ഇവിടെ RX കൊടുത്തു കഴിഞ്ഞാലും ഇത് ആക്ച്വലി നിങ്ങളുടെ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ഒരു എഫക്ട്, അല്ലെങ്കിൽ ജാസ്റ്റ് ഇതിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കും. അതുകൊണ്ടാണ് ഇത് X അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ വരാനുള്ള റീസൺ. മനസ്സിലായോ? അപ്പൊ നമ്മൾ താഴെ ഇങ്ങനെ വായിച്ച് വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ Xനെ കാണുന്നത്, ഇവിടെ എത്തുമ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ Xനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ശരിക്കും അവിടെ എറർ വരലാണ്, പക്ഷേ എറർ വന്നിട്ടില്ല, അൺഡിഫൈൻഡ് എന്നുള്ള വാല്യൂ ആണ്. അതിന്റെ റീസൺ എന്താ? ഈ RX എന്നുള്ള നമ്മൾ ഇവിടെ കൊടുത്താലും അത് ആക്ച്വലി പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് ജാവാസ്ക്രിപ്റ്റ് ഹോയിസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനിടെ അൺഡിഫൈൻഡ് നമുക്ക്. ഇപ്പൊ ക്ലിയർ ആണോ? ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഹോയിസ്റ്റിംഗ് അടിച്ചു നോക്കിയാൽ മതി ഗൂഗിളിൽ. സെയിം കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് താഴെ കൊടുത്താലും അത് ആക്ച്വലി അതിന്റെ ഡിക്ലറേഷൻ പോകുന്നത് സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ രണ്ട് വഴികളുണ്ട്. ഒന്ന് പഴയ രീതിയിൽ ഉണ്ടാക്കാം, പുതിയ രീതിയിൽ ഉണ്ടാക്കാം. പുതിയ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നമ്മൾ വേരിയബിളിലേക്ക് കൊടുക്കുന്ന സെയിം വൈബിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ ഉണ്ടാക്കുന്ന മെത്തേഡ്സ് പറഞ്ഞു. ഇപ്പോൾ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ ഇപ്പം നമ്മളെ കയ്യിൽ രണ്ട് മെത്തേഡ് ഉള്ളത്. ഒന്ന് ഫംഗ്ഷൻ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ പേരിട്ടിട്ട് നെയിമുള്ള ഫംഗ്ഷൻ ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് വേരിയബിളിലേക്ക് കൊടുത്തിട്ട് ഒരു അനോണിമസ് ഫംഗ്ഷനെ വേരിയബിളിലേക്ക് കൊടുത്തിട്ട് ഉണ്ടാക്കാം.
ഈ സെയിം വൈബിൽ തന്നെ കുറച്ചുകൂടെ ഒരു അടിപൊളിയായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വേരിയബിളിലേക്ക് കൊടുക്കുന്ന സെയിം വൈബ് തന്നെയാണ്. ഇപ്പോൾ സേ ഹലോ എന്നുള്ള വേരിയബിളിലേക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു വൈബിലാണെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കും. ഇത് ഒന്നുകൂടെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ആരോ ഇട്ടു. ഇത് നമ്മൾ ഫാറ്റ് ആർ എന്ന് വിളിക്കുക. ഫാറ്റ് ആർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഈക്വൽ ടു ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുക. ഒരു ആരോ പോലെ കാണാൻ വിചാരിക്കുന്നത് ഇത് ഫോൺ ലിഗേറ്റർ എന്നുള്ള ഒരു ഫീച്ചറാണ് VS കോഡിന്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ റൺ ചെയ്യുന്നത്. അത് ആക്ച്വലി ഒരു ഈക്വൽ ടു ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്. അപ്പം യാതൊരു വ്യത്യാസമില്ല ഫംഗ്ഷനാലിറ്റിയിലൊന്നും. പക്ഷേ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു അനോണിമസ് ഫംഗ്ഷൻ എഴുതുന്നതിന് പകരം ജസ്റ്റ് ഈ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഇവിടെയും ഔട്ട്പുട്ടിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പൊ ഇതിന് നമ്മൾ ആരോ ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇതിനുള്ള അഡ്വാൻറ്റേജ് പറയും. അതിന്റെ മുമ്പ് 3 ടൈപ്പായിട്ട് ഇപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഒന്ന് ഫംഗ്ഷൻ, എന്നിട്ട് ഫംഗ്ഷന് പേര് ബോഡി കൊടുക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ ലെറ്റോ കോൺസ്റ്റോ വാറോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു അനോണിമസ് ഫംഗ്ഷനെ കൊടുത്തിട്ട് നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഇനി അതോ അല്ലെങ്കിൽ നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ കൊടുക്കുന്നതിന് പകരം ഒരു ആരോ ഫംഗ്ഷൻ കൊടുക്കാം. അപ്പൊ ആരോ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ചേഞ്ചസും അതേപോലെ തന്നെ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് കാര്യങ്ങൾ പറയാം. ജസ്റ്റ് നിങ്ങൾ ഫംഗ്ഷൻ ഇട്ടിട്ട് ഓപ്പണിംഗ് ക്ലോസിംഗ് ഇടുന്നതിന് പകരം ജസ്റ്റ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഒരു ഫാറ്റ് ആരോ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഫംഗ്ഷൻ്റെ ബോഡി. അപ്പൊ ഇതും തമ്മിൽ ഫംഗ്ഷനാലിറ്റിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ 2 ഫീച്ചേഴ്സ് ഇതിന് എക്സ്ട്രാ ഉണ്ടെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് സംഭവം ക്ലിയർ ആണോ? ഓക്കെ. നമ്മള് ഒരു നമ്പറിന് സ്ക്വയർ കാണുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണമെന്നിരിക്കാം. നമ്മൾ ഈ ഒരു വൈബിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കണം. നമ്മൾ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു നമ്പറിനെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്പർ ഇൻറ്റു നമ്പർ റിട്ടേൺ ചെയ്യും. ഈ രൂപത്തിൽ നമ്മളിപ്പോൾ പഠിച്ച ഒരു സിന്റാക്സിൽ നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. അത് 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്പറിന്റെ കാര്യം 2 ആയിരിക്കും. അപ്പോൾ റിട്ടേൺ നമ്പറിന്റെ നമ്പർ, റിട്ടേൺ നമ്പറിന്റെ കാര്യത്തിൽ 2 അല്ലേ, 2 × 2 4 കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരോ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ ആരോ ഫംഗ്ഷൻ്റെ അകത്ത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് റിട്ടേൺ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആക്ച്വലി റിട്ടേൺ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. എന്താ നമ്പറിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് നമ്പർ ഇൻറ്റു നമ്പർ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ക്ലീൻ ആയില്ലേ സാധനം? മോറിലേക്ക് നമ്മൾ പൈത്തണിൽ ലാംഡ ഫംഗ്ഷൻസ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു വൈബിലേക്ക് മാറും. ആക്ച്വലി നമ്മൾ എന്താ ചെയ്തത്, അവിടെ റിട്ടേൺ ചെയ്യുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളെങ്കിൽ അതിന്റെ ബോഡി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഇൻപുട്ട് ആയിട്ട് നമ്പർ കൊടുക്കുന്നു, ഔട്ട്പുട്ട് ആയിട്ട് നമ്പറിന്റെ സ്ക്വയർ കിട്ടുന്ന ഒരു രൂപത്തിൽ വായിക്കാൻ തന്നെ ഒരു സുഖം ഉണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു സംഭവം കൂടി വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് ഒറ്റൊരു സാധനം മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഓട്ടോ ബ്രാക്കറ്റ് ഇടാൻ കേട്ടോ. ഞാൻ സേവ് ചെയ്യുമ്പോൾ ഓട്ടോ ബ്രാക്കറ്റ് ഇടാം. ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ജസ്റ്റ് കോഡ് വായിക്കാൻ ഒരു സുഖമില്ലേ? ആരോ ഫംഗ്ഷൻ എന്താണെന്നും അതേപോലെ തന്നെ ആരോ ഫംഗ്ഷൻ സിംഗിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരോ ഫംഗ്ഷൻ ഒക്കെ പഠിച്ചല്ലോ. അപ്പൊ അതിന്റെ ഒരു വൈബിൽ നേരത്തെ കണ്ട സാധനത്തിനൊന്ന് മാറ്റാൻ നോക്കാം. നമ്മൾ നേരത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അതിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ അനോണിമസ് ഫംഗ്ഷൻ മാറ്റിയിട്ട് ഫംഗ്ഷൻ എഴുതിയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആരോ ഫംഗ്ഷൻ രൂപത്തിൽ കൊടുക്കാം. ആരോ ഫംഗ്ഷൻ രൂപത്തിൽ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നമ്മൾ ആരോ കൊടുക്കും. തിരിച്ച് നമ്മൾ എന്താ ചെയ്തത്, നേരത്തെ കൊടുക്കുന്ന അതേ സെയിം കീ വാല്യൂ പെയർ ആയിട്ട് ഇവിടെ കീ വാല്യൂ ആയിട്ട് സ്ട്രിങ് ആയിരുന്നു മതി, ഇവിടെ നമ്പർ ആയിരുന്നു മതി. ഇവിടെ ആരോ ഫംഗ്ഷൻ ആണ്. എന്നിട്ട് ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ പ്രിന്റ് ഡീറ്റെയിൽസ് കോൾ ചെയ്തപ്പം ഇവിടെ അൺഡിഫൈൻഡ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് സാധാരണ നമ്മൾ നേരത്തെ ഇപ്പം കൊടുത്തത് അനോണിമസ് ഫംഗ്ഷൻ ആയിരുന്നു, നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരുന്നു.
ആരോ ഫംഗ്ഷൻ കോൾ ചെയ്ത് ആരോ ഫംഗ്ഷൻ ഒരു പ്രത്യേകത. ആരോ ഫംഗ്ഷൻ ഡീഫോൾട്ട് ആയിട്ട് ഈ ദിസിനെ ബൈൻഡ് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ, ഈ ഒരു ആരോ ഫംഗ്ഷനെ ഈ ഒരു ഒബ്ജക്റ്റിന്റെ പാർട്ടായിട്ട് കണക്കാക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ദിസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആരോ ഫംഗ്ഷൻ നമ്മളൊരു ഒബ്ജക്റ്റിന്റെ അകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ദിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ റെഫറൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ശരിക്കും എന്താ ദിസ് വരാന്ന് വെച്ചാൽ, അവിടെ ദിസ് നമ്മൾ ഗ്ലോബൽ ഒബ്ജക്റ്റ് നയിക്കും. ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിന് മുമ്പ് ജസ്റ്റ് ഇത് മനസ്സിലാക്കാം. നമ്മൾ ഈ സെയിം ലൈബ്രറി തന്നെ ആരോ ഫംഗ്ഷനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ദിസ് യൂസ് ചെയ്യുമ്പോൾ ആ ദിസ് പോയിന്റ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റിലേക്കല്ല. അതാണ് ഒരു വിയേർഡ് ആയിട്ടുള്ള പാർട്ട്. ഈ ദിസ് ശരിക്കും എവിടത്തേക്കാണ് പോകുന്നത് വെച്ചാൽ ഗ്ലോബൽ ഒബ്ജക്റ്റിലേക്കാണ്. ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പം ഇവിടെയുള്ള ദിസും ഇവിടെയുള്ള ദിസും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു ദിസ് പോയിന്റ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റിലേക്കല്ല. അതായത് സത്യം. ഞാനിത് മാറ്റിയിട്ട് നേരത്തെ പോലെ തന്നെ അനോണിമസ് ഫംഗ്ഷൻ ആയിട്ടാണ് കൊടുത്തെങ്കിൽ യാതൊരു പ്രശ്നമില്ല. റിച്ച് ഫസ്റ്റ് 20 വരും. ആരോ ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ആ പ്രശ്നം. ആരോ ഫംഗ്ഷൻ നമ്മൾ പറയും ദിസിനെ ബൈൻഡ് ചെയ്യാന്ന് പറയും. ഈ സ്റ്റുഡന്റ് പറഞ്ഞ ഒബ്ജക്റ്റ് അല്ലേ? അപ്പോ ഈ ഒബ്ജക്റ്റിനകത്ത് ഈ നെയിമും റോൾ നമ്പറും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സ്റ്റുഡന്റ് ഡോട്ട് നെയിമിന് കൊടുക്കണോ അതോ ചുമ്മാ നെയിം കൊടുത്താൽ മതിയോ? ഡിസ് ഇല്ലാതെ കൊടുത്തോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ നെയിമും റോളും ഇതിനകത്ത് എവിടെ ഡിഫൈൻഡ് അല്ല. മീൻസ് ഈ ഒരു ഫംഗ്ഷനകത്ത് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇപ്പോൾ എന്താ പറയാ സ്റ്റുഡൻറ്റിന് ഉള്ള രൂപത്തിൽ കൊടുക്കാന്ന് വിചാരിക്കാം. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ പറ്റും. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കോഡിന്റെ ഒരു റിയലിറ്റി, കാരണം നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കിടക്കുന്നത് ആക്ച്വലി ഈ ഒരു ഒബ്ജക്റ്റിനകത്താണല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഴയ പ്രോഗ്രാമേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആക്ച്വലി പോയിന്റ് ചെയ്യുക സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫീൽഡ്സിലേക്കാണ്. ഇങ്ങനെ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ നെയിമൊന്നും റോളൊന്നും മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല. ആക്ച്വലി ആ നെയിമും റോളും ആരുടേതാണെന്ന് പറഞ്ഞു കൊടുക്കണം. നേരത്തെ നോർമൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഉള്ളതുകൊണ്ട് ദിസ് ഡോട്ട് നെയിം ദിസ് ഡോട്ട് റോൾ എന്ന് പറഞ്ഞു കിട്ടും. ഇനി ആരോ ഫംഗ്ഷൻസ് ആകുന്ന സമയത്ത് ആ ദിസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പം നമ്മൾ വേരിയബിളിനെ ഡോട്ട് ഇട്ടിട്ട് കൊടുക്കണം. അപ്പൊ ഇതിങ്ങനെ ആവാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മൾ ദിസ് ബൈൻഡ് ചെയ്യേണ്ടാത്ത ചില സിറ്റുവേഷൻസ് വരും. അത് നമ്മളിപ്പോൾ ഒരു ഫ്രെയിം വർക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പം നമ്മൾ ഹുക്സ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവിടെയൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കയറി വരുന്ന സമയത്ത് നമുക്ക് ആരോ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബൈൻഡിങ് ഒഴിവാക്കാം. ഓട്ടോമാറ്റിക് ബൈൻഡിങ് ഒഴിവാക്കാം. അപ്പൊ ജസ്റ്റ് ഡിഫറൻസ് മനസ്സിലായോ? നമ്മൾ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിസിനെ നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു ഐഡിയ മനസ്സിലായോ? ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞത് എന്താ, വേരിയബിൾ ഉണ്ടാക്കുക എങ്ങനെയാണ്? വേരിയബിൾ ഉണ്ടാക്കാൻ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. കോൺസ്റ്റ് യൂസ് ചെയ്യാം, ലെറ്റ് യൂസ് ചെയ്യാം, വാർ യൂസ് ചെയ്യാം. നമ്മൾ കോൺസ്റ്റാണ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാം, ലെറ്റ് യൂസ് ചെയ്യാം, വാർ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. അതിന്റെ റീസൺ എന്താ വെച്ചാൽ വാർ നെയിം കേസ് റിലേഷൻ റീസൺ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അതിന് ശേഷം പറഞ്ഞത് ഒബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക. ഒബ്ജക്റ്റ് കീ വാല്യൂ പേരാണ്. പിന്നെ വാല്യൂ ആയിട്ട് നമുക്ക് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഏത് ഡാറ്റ ടൈപ്പും കൊടുക്കാൻ പറ്റും. പിന്നെ പറഞ്ഞത് നമ്മൾ ഒബ്ജക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആക്സ് ചെയ്യാം, ഡോട്ട് ഇട്ടിട്ട് ആക്സ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കീ നമുക്ക് സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ അഥവാ സ്ട്രിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറഞ്ഞു ഫംഗ്ഷൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് സാധാരണ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് പോലെ തന്നെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കീ വാല്യൂ പേരിനൊക്കെ വേണമെങ്കിൽ ഫംഗ്ഷനെ കൊടുക്കാൻ പറ്റും. പിന്നെ അവിടെ ഫംഗ്ഷന് കൊടുക്കുന്ന സമയത്ത് ഒരു സിന്റാറ്റിക് ഷുവർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഈ ഒരു രൂപത്തിൽ കൊടുക്കാം. പിന്നെ ആരോ ഫംഗ്ഷൻസും അതേപോലെ തന്നെ നമ്മൾ വേരിയബിളിലേക്ക് ഫംഗ്ഷൻ കൊടുത്തിട്ട് ആ രൂപത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും സംഭവം ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ക്ലിയർ ആണോ? പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ അകത്തുനിന്ന് ദിസ് യൂസ് ചെയ്യാൻ എന്താ സംഭവിക്കാം? ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ട്, തന്നെ കിടക്കട്ടെ. ഇവിടെ നമ്മൾ കൺസോളിലേക്ക് ജസ്റ്റ് കൊടുത്താൽ എന്താ സംഭവിക്കാം? നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ അകത്ത് അഥവാ ഒരു ഒബ്ജക്റ്റിന്റെ പാർട്ട് അല്ലാത്തൊരു ഫംഗ്ഷൻ അകത്ത് നമ്മൾ ദിസിന് യൂസ് ചെയ്ത് ആ ദിസ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇത് നോഡിന്റെ അകത്ത് തന്നെയുണ്ട്, നോട്ട് റൺ ടൈം ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആണെങ്കിൽ നമുക്ക്
അല്ലേ കാണുന്നില്ലേ? അവിടെ കാണാം കാണാം. ഓക്കെ. ബ്രൗസറിനകത്ത് നമ്മൾ ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് നോക്കണേ. ബ്രൗസറിനകത്ത് ആദ്യം എന്ന് പറയുന്നത് വിൻഡോ ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ നോഡിന്റെ റൺ ടൈമിന്റെ അകത്താണെങ്കിൽ അതിന്റെ റൺ ടൈം ആണ് വരിക. അപ്പൊ അതാണ് യൂഷ്വലി നമ്മൾ ഒരു ഫംഗ്ഷൻ അതൊരു ഒബ്ജക്റ്റിന്റെ പാർട്ട് അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ആദ്യം എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്ജക്റ്റിലേക്കാണ് പോയിന്റ് ചെയ്യുക. ഈ ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റൺ ചെയ്യുന്ന റൺ ടൈം അനുസരിച്ചിട്ട് മാറും. ബ്രൗസറിനകത്താകുമ്പോൾ അത് വിൻഡോ ഒബ്ജക്റ്റ് ആയിരിക്കും, നോഡിന്റെ റൺ ടൈം ആയിരിക്കും. അതാണ് ആദ്യത്തിന്റെ വ്യത്യാസം. മനസ്സിലായോ? ഇപ്പൊ വെബ്സൈറ്റിൽ ലോഡ് ചെയ്തപ്പോ എന്താണ് റിട്ടേൺ ചെയ്തത്? വിൻഡോ ഒബ്ജക്റ്റ് ആണ്. നമ്മള് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ഇല്ലേ, നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് ബൈ ഐഡി എന്നൊക്കെ പറഞ്ഞ സാധനം, അതേപോലെ തന്നെ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് പോലെ തന്നെ വിൻഡോ ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് വിൻഡോയിൽ ഇവിടെ ഇപ്പോൾ URL ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ പോട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു വിൻഡോ ഒബ്ജക്റ്റ് വെച്ചാൽ നമ്മൾ ഈ ബ്രൗസറിൽ ഇതൊരു ടാബ് ഒരു വിൻഡോയിലാണല്ലോ ഉള്ളത്. അപ്പൊ അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ദിസ് ബ്രൗസറിനകത്ത് റിട്ടേൺ ചെയ്യാൻ വിൻഡോ ഒബ്ജക്റ്റ് ആണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ യൂസ് കേസ് ഒന്നും വരുന്നില്ല. ദിസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിന്റെ അകത്തുള്ള ഫംഗ്ഷൻ ഡിവൈസ് ഡയമെൻഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? ഇതുവരെ എല്ലാവർക്കും ഓക്കെയാ തോന്നുന്നു. കണ്ടിന്യൂ ചെയ്തോ. ജാസ്തിക്ക് ഞാൻ പറഞ്ഞു ഫംഗ്ഷനെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കണക്കാക്കുന്നത്. അതായത് നമ്മൾ ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ വീണ്ടും ഫംഗ്ഷൻ ഉണ്ടാക്കാം, ഫംഗ്ഷൻ ഉണ്ടാക്കാൻ വിചാരിക്കാം. ഇത് നമ്മളിപ്പോൾ നോർമൽ വാരിയബിൾ പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് സാധനം വേണം പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെയിമിൻ്റെ അകത്ത് എന്താ എൻ്റെ പേര് സ്ട്രിങ് പാസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ജാസ്പ്രിങ് നോർമലി ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമുക്ക് എന്തോ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് വേറൊരു ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻസ് പറ്റാം. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ വെറുതെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കണേ. ഇപ്പൊ ഞാൻ കോളർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് ഒരു ഫംഗ്ഷൻ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം പറയും കോളിംഗ് ദ ഫംഗ്ഷൻ, എന്നിട്ട് ആ ഫംഗ്ഷൻ കോൾ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു സുഖം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ കോളർ എന്ന് പറഞ്ഞൊരു കോൾ ചെയ്യാം. അപ്പൊ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം, അതിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നതാണ് വേറൊരു ഫംഗ്ഷൻ. അപ്പൊ നമ്മളതിന് സേഹലോ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിനെ ഞങ്ങളുടെ പാസ് ചെയ്യണം. ആദ്യം കോളിംഗ് ദ ഫംഗ്ഷൻ വരും, പിന്നെ ഹലോ ഡിഫറെന്റ് സോറി ഇവിടെ ഒരു ആർഗ്യുമെന്റ് വരുന്നുണ്ടല്ലേ, അതിൻ്റെ ഒരു കോൾ ബാക്ക് കൊടുക്കണം. ഹലോ അപ്പോൾ എന്താ സംഭവിച്ചാൽ ഞാൻ കോളറിലേക്ക് പാസ് ചെയ്തത് സേ ഹലോ എന്നുള്ള ഫംഗ്ഷൻ. അപ്പം നമ്മൾ കോളർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അതിനകത്തേക്ക് അതിനകത്ത് പോയിട്ട് ആദ്യം കോളിംഗ് ദ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളിംഗ് ദ ഫംഗ്ഷൻ ഔട്ട്പുട്ട്. പിന്നെന്താ ഇവിടെ എന്താണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അതിനെ വിളിക്കാം. ഇവിടെ ഇൻപുട്ട് കൊടുത്തത് എന്താ സേ ഹലോ അല്ലേ, സേ ഹലോ എന്ന് വിളിക്കും. സേ ഹലോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് ഇവിടെ എന്താ പറഞ്ഞത് ഹലോ എന്ന് പ്രിന്റ് ചെയ്യാം, ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് വേറൊരു ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നതിന് നമ്മൾ ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുക ഹയർ ഓർഡർ ഫംഗ്ഷൻസ് ആണ്. ഹയർ ഓർഡർ ഫംഗ്ഷൻസിന്റെ ഒരു സുഖം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എത്ര ഫംഗ്ഷൻസ് വേണമെങ്കിലും ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഫംഗ്ഷനാലിറ്റി മാറ്റിയിട്ട് എന്താ വേറെ ഫംഗ്ഷനായിട്ട് നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ പൈത്തണിൽ ഡെക്കറേറ്റർ ചെയ്യുന്ന പണിയൊക്കെ ആ രൂപത്തിലൊക്കെ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കൺസെപ്റ്റ് ഉണ്ട്, അത് പറയുകയാണെങ്കിൽ സമയം കിട്ടണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം ഇത്രയേ ഉള്ളൂ, ഒരു ഫംഗ്ഷനെ ഇൻപുട്ട് ആയിട്ട് വേറൊരു ഫംഗ്ഷൻ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഇവിടെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ചില ഫംഗ്ഷൻ ഉള്ളൂ അതിനെ പാസ് ചെയ്യുന്നത്. അല്ലാത്ത കേസ് ആണെങ്കിൽ വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു അനോണിമസ് ഫംഗ്ഷൻ ഉണ്ടാക്കണം. അനോണിമസ് ഫംഗ്ഷൻ ഉണ്ടാക്കി എങ്ങനെയാണ് കോളിംഗ് ദ ഫംഗ്ഷൻസ് സോറി ഇത് നിൽക്കട്ടെ. കോളർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്താ കാണുന്നത് കോളിംഗ് ദ ഫംഗ്ഷൻ പ്രിന്റ് ചെയ്യണം, ലോഗ് ചെയ്യും. പിന്നെ എന്താ കാണുന്നത്
ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഈ ഫംഗ്ഷൻ എന്താണ്? അനോണിമസ് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ അനോണിമസ് ഫംഗ്ഷൻ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്താണ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. പിന്നെ അകത്ത് ഹായ് എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഹായ് എന്ന് പ്രിന്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷൻ അകത്തേക്ക് ഇൻപുട്ട് ആയിട്ട് വേറെ ഫംഗ്ഷനെ പാസ് ചെയ്യാം. അങ്ങനെ ഇൻപുട്ട് ആയിട്ട് ഫംഗ്ഷൻ എടുക്കുന്ന ഫംഗ്ഷൻസ് നമ്മൾ ഹാരോൾഡ് ഫംഗ്ഷൻസ് വിളിക്കും. നമ്മൾ അനോണിമസ് ഫംഗ്ഷൻ തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് ഹാരോ ഫംഗ്ഷൻസ് വാങ്ങിച്ചു. ജസ്റ്റ് ഇത്ര ഉള്ളൂ. നമ്മൾ സാധാരണ വേരിയബിൾ ഒക്കെ ഇൻപുട്ട് ആയിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് എടുക്കും. അപ്പോൾ തന്നെ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വേണമെങ്കിൽ കോൾ ചെയ്യും. ഇനി അതിനെ റിട്ടേൺ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. റിട്ടേൺ ചെയ്യുന്ന കേസ് വരുന്ന സമയത്ത് നമുക്ക് ക്ലോഷർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല. അതിന് മുമ്പ് മനസ്സിലായി, നമ്മൾ ഫംഗ്ഷനെ യൂഷ്വലി ഉള്ള വേരിയബിൾസിനൊക്കെ പാസ് ചെയ്യുന്ന പോലെ തന്നെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മാത്രമേ. അപ്പോൾ അങ്ങനെ വേരിയബിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ കിട്ടിയിട്ട് ഞാൻ കോൾ ചെയ്യണമെങ്കിൽ അതിന്റെ പേര് കഴിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആണോ? ഈ ഹയർ ഓർഡർ ഫംഗ്ഷൻസിന് എക്സാമ്പിൾ ആയിട്ടുള്ള 3 ഫംഗ്ഷൻ ഉണ്ട്: ഫിൽട്ടർ, ഫൈൻഡ്, മാപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം ഫിൽട്ടർ നോക്കാം. നമ്മൾ അതിൽ അറേ ഉണ്ടായിരിക്കും. നമ്പേഴ്സ് കൊണ്ട് അറേ ഉണ്ട്. അങ്ങനെ 1, 2, 5 നമ്പേഴ്സിൻ്റെ വിചാരിക്കാം. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിൽ ഇത് നോഡ് നമ്പേഴ്സ് മാത്രമുള്ള ഒരു പുതിയൊരു അറേ ഉണ്ടാക്കണം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം? ഓഡ് നമ്പർ മാത്രമുള്ള ഒരു പുതിയ അറേ ഉണ്ടാക്കണം. ഓഡ് നമ്പേഴ്സ് നമ്മൾ വിചാരിക്കാം. നമ്മൾ എന്നിട്ട് എന്താ ഇതിലൂടെ ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പോയാൽ പോലെ നമ്പേഴ്സിന്റെ ലെങ്ത് എന്നിട്ട് numbers of I more than 3 equal 0 ആണെങ്കിൽ all numbers dot numbers of I കഴിഞ്ഞാൽ not equal 0 all numbers ആയി. ഇങ്ങനെയാണ് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യാമെങ്കിൽ ചെയ്യാം. ഇതിന്റെ ഒരു ലോജിക് മനസ്സിലായോ? നമുക്ക് ഇതിന്ന് ഓഡ് നമ്പേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ട്രഡീഷണൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ലോജിക് ഇങ്ങനെ ചെയ്ത് മനസ്സിലായിട്ടുണ്ടോ? പുഷ് എന്തിനാ? പുഷ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഇത് കാര്യമാണല്ലോ. അപ്പൊ ഇതിലേക്ക് ഒരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പുഷ്. നമ്മൾ എന്താ അപ്പൊ ആദ്യം ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ചാടി പോകും. ആദ്യം 1 കിട്ടും, പിന്നെ 2 കിട്ടും, 3 കിട്ടും, 4 കിട്ടും, 5 കിട്ടും. അത് 1 കിട്ടി. അപ്പൊ 1 ഓഡ് നമ്പറാണ് നോക്കി. 1 ഓഡ് നമ്പറാണ്. 1 ഓഡ് നമ്പർ ആണെങ്കിൽ അതിനെ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിലേക്ക് 1 ആഡ് ചെയ്ത് ആദ്യം 1 നോക്കും, പിന്നെ 2 കിട്ടും, 2 ഓടായി, അത് വർക്ക് ചെയ്യില്ല. 3 ഓടാണ്. അപ്പോൾ 3 1 ലിസ്റ്റിലേക്ക് അടക്കും. ആ ലിസ്റ്റിനകത്ത് 1,3 നോക്കും. പിന്നെ 5 എത്തുമ്പോൾ 5 ഓടാണ്. പുഷ് 5 കൊടുക്കുന്ന സമയത്ത് 1 3 5 എന്നാണ്. അറേന്റെ അവസാനത്തിലേക്ക് കൊണ്ടുപോയിട്ട് എലമെന്റിന് ആഡ് ചെയ്യാനാണ് പുഷ് യൂസ് ചെയ്യുക. പൈത്തൺ ആണെങ്കിൽ അപ്പെൻഡ് എന്നുള്ള മെത്തേഡ് ഇല്ല. അതന്നെ കേട്ടാ. അതേപോലെ ഈ ഓഡ് നമ്പർ എന്നുള്ളൊരു അറയല്ലേ, അത് ഈക്വൽ ടു ഇടുന്ന അറയ്ക്ക് ഇടാതെ പറ്റുമോ? ബോക്സ് എങ്ങനെ നമ്മളില്ലേ ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെ എന്താ വേരിയബിൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് നമ്മൾ ടൈപ്പ് കൊടുക്കില്ല. ഇപ്പൊ ഇന്റിജർ ആണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സിന്റാക്സ് ഒന്നുമില്ല. നമ്മൾ ഇവിടെ പണ്ട് സീലൊക്കെ പഠിച്ചതിലാണെങ്കിൽ അറേ ഉണ്ടാക്കാൻ എങ്ങനെയാണ് വേരിയബിൾ നെയിം ആയിട്ട് ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് അതിനകത്ത് സൈസ് കൊടുത്തിട്ടായിരുന്നു. ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല കേട്ടോ. ജാവാസ്ക്രിപ്റ്റിൽ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും അതിന് അതിന്റെ ടൈപ്പ് നമ്മൾ റൺ ടൈമിൽ കൊടുക്കും. അങ്ങനെയാണ്. ഇപ്പം ഇത് അറിയാവുന്നത് മനസ്സിലാണെങ്കിൽ ഈക്വൽ ടു ആയിട്ട് എം ടി ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പം എം ടി ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കാലി അറയാണ്. അപ്പൊ അല്ലാണ്ട് നമുക്കൊരു കാലി അറേൻ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അറേന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ചെയ്യാം കുറച്ചുകൂടെ വായിക്കാൻ. അപ്പൊ ഏട്ടാ ഈ അറയ്ക്ക് സൈസ് ഒന്നും വേണ്ട കൊടുക്കണ്ടേ? എത്ര സൈസാണോ? ഡൈനാമിക് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഹൈ ലെവൽ ആണല്ലോ. അപ്പൊ നമുക്ക് സൈസിന്റെ കാര്യത്തെ പറ്റി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര ആണെങ്കിലും ആഡ് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു രൂപത്തിൽ ചെയ്യുമ്പോൾ തന്നെ എന്താ കുറെ കോഡിന്റെ ലെങ്ത് ഒക്കെ ഇങ്ങനെ ഈ ലോജിക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മൾ അറേ കൂടെ ഇങ്ങനെ ചാടി പോയിട്ട് ഓഡ് നമ്പർ ആകുമ്പോൾ അതിനെ ഓഡ് നമ്പേഴ്സിലേക്ക് ആഡ് ചെയ്യും. അത്രയും ചെയ്യുന്നത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ
നമുക്കിതിനെ ജാസ്തി PA6 പുതിയൊരു മെത്തഡ് പറഞ്ഞിരുന്നത്. ഓഡ് നമ്പേഴ്സിനെ നമ്മൾ ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് ഇല്ലേ, നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു അറയാണ്. അറേ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഒരു ഒബ്ജക്റ്റിന് പ്രോപ്പർ ടാക്സ് നമുക്ക് ഡോട്ട് ഇട്ട് ടാക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ VS Code എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിലിങ്ങനെ കുറേ മെത്തേഡ് കാണാൻ പറ്റും. അതിലുള്ളൊരു മെത്തേഡാണ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഇതിന്റെ സിൻടാക്സ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന് റിട്ടേൺ ടൈപ്പ് ഒക്കെ നോക്കാം. ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ഫിൽട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി അറേന്റെ മേലെ കിടക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അറേ എന്ന് പറയുന്ന ക്ലാസ് നമ്മളാണ് ഉണ്ടാക്കാൻ വിചാരിക്കാം. അപ്പൊ നമ്മൾ അറേനെ ഉണ്ടാക്കണം. കോൺസ്റ്റ് അറേ എന്നൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാവും. അത് കൂടാണ്ട് ഒരു മെത്തേഡ് ഫിൽട്ടർ എന്നൊരു മെത്തേഡ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അല്ലെങ്കിൽ അറേന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ് ഫിൽട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഫിൽട്ടറിന്റെ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം എന്താ എടുക്കുക വെച്ചാൽ ഒരു അറേനെ എടുത്തിട്ട് ഫിൽട്ടർ ചെയ്യാനാണ്. അപ്പം മേലെ കൂടി പറയുകയാണെങ്കിൽ ഒരു അറേനെ ഫിൽട്ടർ ചെയ്യാനാണ് ഫിൽട്ടർ യൂസ് ചെയ്യുക. ഫിൽട്ടർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട സംഭവം നേരത്തെ പറഞ്ഞ ഹയർ ഓർഡർ ഫംഗ്ഷൻസ് ആയിരുന്നു. അഥവാ ഈ ഫിൽട്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനാണ് ഇൻപുട്ട് ആയിട്ട് എടുക്കുക. വേറൊരു ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആരോ ഫംഗ്ഷൻസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഫംഗ്ഷൻ്റെ കീവേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എന്താ എടുക്കുക, എക്സാമ്പിൾ ഇവിടെ വേണമെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടില്ല ഈ ഫംഗ്ഷൻ കോൾ ചെയ്താൽ ഈ ഫംഗ്ഷൻ നമ്മൾ ഇൻപുട്ട് ആയിട്ട് നമ്മൾ വേറൊരു ഫംഗ്ഷൻ കൊടുത്തല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പറിലൂടെ ഫിൽട്ടർ എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തു. അതിന് ഇൻപുട്ട് ആയിട്ട് നമ്മൾ വേറൊരു ഫംഗ്ഷനെ കൊടുത്തു. ഈ ഒരു ഫംഗ്ഷനെ കൊടുത്തു. ഈ ഒരു ഫംഗ്ഷനെ ഈ ഫിൽട്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇങ്ങനെ വിളിക്കും. വിളിക്കുന്ന സമയത്ത് ഓരോ സമയം ഓരോ എലമെന്റിനെ കൊടുക്കും. അപ്പൊ ആദ്യം 1നെ കൊടുക്കും, പിന്നെ 2നെ കൊടുക്കും, പിന്നെ 3നെ കൊടുക്കും, പിന്നെ 4നെ കൊടുക്കും, പിന്നെ 5നെ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൺസോൾ ലോഗ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 വന്നിട്ടുള്ളത്. അപ്പൊ അതാണ് ഫിൽട്ടറിന്റെ ഫസ്റ്റ് വർക്കിംഗ് പ്രോസസ്സ്. നമ്മൾ ഫിൽട്ടറിന് ഇൻപുട്ട് ആയിട്ട് ഒരു ഫംഗ്ഷനെ കൊടുക്കും. ആ ഫംഗ്ഷനെ ഫിൽട്ടർ ഇങ്ങനെ അറേയിൽ കൂടെ ഇങ്ങനെ ചാടി 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 പോയിട്ട് ഓരോ എലമെന്റിനെ അതിലേക്ക് പാസ് ചെയ്യും. അപ്പൊ പാസ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യബിൾ ഉണ്ട് വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാല്യൂ ഉണ്ടാക്കണം. ഇവിടെ നമ്പർ എന്ന് കൊടുത്തത് മനസ്സിലാൻ വേണ്ടിയിട്ട് എന്നെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എന്നെ കൊടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മൾ എന്നെ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ അതിന്റെ ആ ഒരു കറക്റ്റ് മനസ്സിലായില്ലേ. നമുക്ക് അതിന്റെ ഇൻപുട്ട് ആയിട്ട് വേറൊരു ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. ആ ഫംഗ്ഷനെ ഈ ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം ഓരോ കേസിൽ ഓരോ എലമെന്റിന് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. അത് ഒന്നാമത്തെ കാര്യം. അത് ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പം നമ്മൾ ഫിൽട്ടർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്ററിൻ്റെ അകത്ത് ഇൻപുട്ട് ഇടാൻ ഒരു ഫംഗ്ഷനാണ് കൊടുക്കുന്നത്. ആ ഫംഗ്ഷന് നമ്മൾ ഓരോ സമയം ഓരോ എലമെന്റിനെ പാസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഫിൽറ്ററോട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഫിൽറ്റർ ട്രൂ എന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റിനെ പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യുക. അപ്പം ഞാൻ ജസ്റ്റ് റിട്ടേൺ ട്രൂ എന്ന് കൊടുക്കണം. ഒന്ന് ചെക്ക് ചെയ്യാണ്ട് റിട്ടേൺ ട്രൂ കൊടുക്കണം. ഓക്കെ. കോഡ് നമ്പേഴ്സിൽ എല്ലാ എലമെന്റ്സ് ആഡ് ആയിട്ടുണ്ട്. റീസൺ എന്താ? ഇതിലിങ്ങനെ ചാടി ചാടി ആദ്യം 1നെ കിട്ടി, അതും ട്രൂ ആണ്. അപ്പോൾ 1നെ ഇതിലേക്ക് ആഡ് ചെയ്യും, കോഡ് നമ്പേഴ്സിലേക്ക് ആഡ് ചെയ്യും. പിന്നെ 2നെ കിട്ടി, അപ്പോഴും ട്രൂ തന്നെയാണ്. അപ്പോൾ അതിനെ കോഡ് നമ്പേഴ്സിലേക്ക് ആഡ് ചെയ്യും. 3നെ കിട്ടി, അപ്പോഴും ട്രൂ ആണ്, കോഡ് നമ്പേഴ്സിലേക്ക് ആഡ് ചെയ്യും. 4നെ കിട്ടി, അപ്പോഴും ട്രൂ ആണ്. അപ്പോൾ അങ്ങനെ ചാടി ചാടി പോകുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ട്രൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റിനെ പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ചെയ്യില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് എല്ലപ്പം ട്രൂ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലപ്പം ആഡ് ചെയ്യും. ഇനി എല്ലപ്പം നമ്മൾ ട്രൂ മാറ്റി ഫോൾസ് കൊടുത്താൽ ഒരു എലമെന്റ് ഉണ്ടാവില്ല, ആദ്യമായിരിക്കും. പിന്നെ ആക്ച്വലി ഒരു ലോജിക്ക് ഇവിടെ വേണം. അപ്പോൾ ലോജിക്ക് നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറാണ് ചെക്ക് ചെയ്യാൻ എങ്ങനെയാ? നമ്പർ ഓടാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്പർ മോഡ് ട്രൂ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ട്രൂ. അല്ലെങ്കിൽ ഞാൻ സേവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 135 നമ്മൾ നേരത്തെ ചെയ്ത സാധനം തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെ വർക്കിംഗ് ഒന്നുകൂടെ ഞാൻ പറയും. ഫിൽട്ടറിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനാണ് കൊടുക്കുക. ആ ഫംഗ്ഷനെ ചേർത്തിട്ട് ഓരോ എലമെന്റിനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ കോൾ ചെയ്യും. അപ്പോൾ ആദ്യം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, പിന്നെ 5 പാസ് ചെയ്യും. എന്നിട്ട് ആ ഫംഗ്ഷൻ ട്രൂ എന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. 1 2 3 ഇങ്ങനെ പാസ് ചെയ്ത് നോക്കിയിട്ട് ആദ്യം 1നെ പാസ് ചെയ്യും. അപ്പോൾ 1 നമ്മൾ നോക്കി ഓടാണോ ഇവനാണോ ഓടാണോ. ഇപ്പോൾ ട്രൂ റിട്ടേൺ അതുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇനി 2 വന്നു. അപ്പോൾ 2നെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫോൾസ് ആണ്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ഫോൾസ് കിട്ടിയ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്യും.
അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് മനസ്സിലായോ? ഫിൽറ്ററിന്റെ വർക്കിംഗ്, ഫിൽറ്റർ ഇൻപുട്ട് ആയിട്ട് ഒരു ഫംഗ്ഷൻ എടുക്കുന്നു. അത് ട്രൂ ആണെങ്കിൽ പുതിയ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ചെയ്യില്ല. ലിസ്റ്റ് വേറെ ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ഡിഫിനിഷനും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ടോ? ഫിൽറ്റർ മെത്തേഡ് കോഡ് നമ്പേഴ്സ് മുകളിൽ വേണ്ട വേണ്ട, ഇവിടെ നമ്മൾ അറേനെയാണ് ഇത് റിട്ടേൺ ചെയ്യുക. ഈ ഫംഗ്ഷൻ കോൾ ചെയ്താൽ നമുക്ക് അറേനെ കിട്ടാം, മനസ്സിലായോ? ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറേനെ കിട്ടാം. അപ്പൊ ഇത് അറേയായിട്ട് മാറിക്കോളും, മനസ്സിലായോ? ഓക്കെ. ജസ്റ്റ് ഒരു ഡൈനാമിക് ആണല്ലോ, നമ്മൾ കൊടുക്കുന്ന സമയത്ത് വരല്ലേ ചെയ്യാം. അപ്പൊ ഇതിന്റെ കോഡ് ക്ലീൻ അല്ല, കോഡ് നമുക്ക് ക്ലീൻ ആക്കാം. അതിന്റെ മുമ്പ് ഇതിന്റെ ലോജിക്ക് മനസ്സിലായോ? ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം ഇൻപുട്ട് ആയിട്ട് ഒരു ഫംഗ്ഷൻ എടുക്കും. ആ ഫംഗ്ഷനിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ എലമെന്റ് ഇങ്ങനെ ചാടി പാസ് ചെയ്യും. എന്നിട്ട് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അത് പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്, പുതിയ അറേയിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ട്രൂ ആണ് റിട്ടേൺ എങ്കിൽ ആഡ് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ ആഡ് ചെയ്യും. ആ ലോജിക്ക് ക്ലിയർ ആണോ? അവിടെ ക്ലിയർ ആണ്, ചാറ്റിലിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന് കോഡിലൊന്ന് ക്ലീൻ അപ്പ് ചെയ്യാം. ഇതിന് നമ്മൾ നോബി കോഡ് കാണിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്പർ മോഡ് 2 ഈക്വലി നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള സാധനം ചെക്ക് ചെയ്താൽ തന്നെ അപ്പൊ ഇത് ട്രൂ ആയാൽ ട്രൂ എന്ന് വരും, ഇത് ഫോൾസ് ആയാൽ ഫോൾസ് വരും. അപ്പം ട്രൂ ആണെങ്കിൽ ട്രൂ, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് എന്ന് കൊടുക്കുന്നതിന് പകരം അതിനെ തന്നെ അങ്ങോട്ട് റിട്ടേൺ ചെയ്താൽ പോരെ. ഇത്രയും ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്താൽ പോരെ. കോഡ് പിന്നെ ചേർത്ത് ഔട്ട്പുട്ടിൽ യാതൊരു വ്യത്യാസം. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? അപ്പൊ നമ്മൾ ചെയ്തത് അവിടെ ഇത് ട്രൂ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാം, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന പറയുന്ന പകരം ഇതന്നെ അങ്ങോട്ട് റിട്ടേൺ ചെയ്താൽ പോരെ. ഇത് റിട്ടേൺ ചെയ്താൽ ഇത് ട്രൂ ആണെങ്കിൽ ഇവിടെ ട്രൂ എന്ന് വന്നിട്ടുണ്ടാവും, ഇവിടെ ട്രൂ എന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഫോൾസ് ആണെങ്കിൽ ഫോൾസ് വന്നിട്ടുണ്ടാവും. ഒന്നാമത്തെ റീഫാക്ടറിങ് നമ്മൾ നടത്തും. രണ്ടാമത്തെ റീഫാക്ടറിങ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആരോ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. ആരോ ഫംഗ്ഷൻസ് ഞാൻ യൂസ് ചെയ്യണേ. ഫാറ്റ് ആരോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരൊറ്റ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ള ആരോ ഫംഗ്ഷന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിൽ ഒറ്റ റിട്ടേൺ മാത്രമേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കേർലി ബ്രേസസ് ഒക്കെ ഒഴിവാക്കാതല്ലേ? കേർലി ബ്രേസ് ഒഴിവാക്കാം. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് വേണ്ട, സെമിക്കോളൻ വേണ്ട. ഇതായില്ലേ, നേരത്തെ ഇത്രയുള്ള സാധനം ഇത്രയായി മാറി. ജസ്റ്റ് നമ്പേഴ്സിന് ഓഡ് നമ്പേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ എന്താ നമ്പറിന് ഇൻപുട്ടായിട്ട് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ എടുത്ത് എന്നിട്ട് അത് ഓടാണോ ചെക്ക് ചെയ്തിട്ട് ആണെങ്കിൽ പുതിയതൊക്കെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഒന്നാമത്തെ ഫിൽട്ടർ എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫിൽട്ടറിന്റെ സെയിം വൈബിലുള്ള രണ്ടാമത്തെ മെത്തേഡാണ് മാപ്പ്. കോഡ് കോപ്പി പേസ്റ്റ് ആണ് കേട്ടോ. നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാം. സ്ക്വയർ ആണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് സ്ക്വയർ നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രിമിറ്റീവിന്റെ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോയിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് പകരം നമ്പർ സ്ക്വയർ ഡോട്ട് പുഷ് numbers of I into numbers of I. ആ നമ്പറിലൂടെ ഇങ്ങനെ ചാടി പോയിട്ട് ഒരു ഒന്നിലെ സ്ക്വയർ മറ്റേലേക്ക് ആഡ് ചെയ്യും. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്പർ സ്ക്വയറിന്റെ കേട്ടോ, ഒന്നിലെ സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. അപ്പൊ ഇത് പ്രിമിറ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിനെ തന്നെ പുതിയ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന്റെ പേരാണ് മാപ്പ്. അപ്പൊ നമ്മള് നേരത്തെ ഇപ്പം ഫിൽട്ടർ യൂസ് ചെയ്ത പോലെ തന്നെ മാപ്പ് യൂസ് ചെയ്യാം. മാപ്പ് യൂസ് ചെയ്യാണെങ്കിൽ അത് അറേനെ മെയിൻ ആക്ട് ചെയ്യാം, അറേനെ എടുക്കാം, എന്നിട്ട് ഡോട്ട് ഇടാം. ഡോട്ട് ഇടാൻ കുറേ മെത്തേഡാണ് അതിന്റെ മാപ്പ് കാണാം. മാപ്പ് ഇതേ ഫിൽട്ടറിനെ പോലെ തന്നെ ഒരു ഹയർ ഓർഡർ ഫംഗ്ഷൻ, അതൊരു ഫംഗ്ഷനാണ് ഇൻപുട്ടായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് എടുക്കുന്നു. അതും ഓരോ എലമെന്റിനെ ഇങ്ങനെ ഇൻപുട്ടായിട്ട് കൊടുക്കുക. സെയിം വൈബ് തന്നെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ ജസ്റ്റ് 1 നോക്കാം. എന്താ സംഭവിക്കാൻ മാപ്പ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്താണെങ്കിൽ എന്താണ് ഫിൽട്ടറിലാണെങ്കിൽ ആ സാധനം ട്രൂ റിട്ടേൺ ചെയ്താൽ ഐഡിയയിലേക്ക് ആഡ് ചെയ്യും. ഇപ്പൊ 1 കിട്ടി, 1 ട്രൂ കിട്ടിയാൽ 1 ആഡ് 2 കിട്ടി, അത് ട്രൂ ആണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. മാപ്പ് ചെയ്യാൻ അങ്ങനെയല്ല. മാപ്പ് ഇവിടെ എന്താണോ റിട്ടേൺ ചെയ്യുന്ന സാധനം അതിനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ചാടി പോക്കൊക്കെ നടക്കും. 1, 2, 3, 4, 5. ഇവിടെ ഞാൻ 1 മറ്റുള്ള റീഫ്ലാസ് ആക്കാൻ
ഓരോ ചാർട്ടിലും ഓരോ റിച്ച് ഫാസ്റ്റിനെ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പുതിയ ലിസ്റ്റിൽ ഫുള്ള് റിച്ച് ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്പറിന്റെ സ്ക്വയർ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ആ നമ്പർ ഇൻറ്റു നമ്പർ കൊടുത്താ പോരെ? യെസ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഈ ഒരു ലൂപ്പൊന്നും ആവശ്യമില്ലാണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ വേണമെങ്കിൽ ചെറുതാക്കാം. നമുക്ക് അരോ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. അരോ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലിയറേഴ്സിൻ്റെ ആവശ്യമില്ല. ക്ലിയറേഴ്സ് ഒഴിവാക്കി സെമിക്കോൺ റിട്ടേൺ ഒഴിവാക്കി നമ്മളെന്താ ചെയ്തത്? മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻപുട്ടായിട്ട് വേറൊരു ഫംഗ്ഷനെ ഫിൽറ്ററിനെ പോലെ തന്നെ എടുക്കും. ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന സാധനമാണ് പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഓരോ ചാട്ടത്തിനും ഓരോ സാധനത്തിനും റിട്ടേൺ ചെയ്യും. അപ്പം ഇവിടെ ആദ്യം 1 ആണെങ്കിൽ നമ്പറിൻ്റെ വില 1 ആയിരിക്കും. അപ്പം 1 1 പിന്നെ 2 ആണെങ്കിൽ 2 2 4. അപ്പോൾ ഇങ്ങനെയാണ് മാപ്പ് വർക്ക് ചെയ്യുക. അപ്പോൾ മാപ്പ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയോ? ആ പക്ഷേ ഇതിലിപ്പോ ഫിൽറ്റർ യൂസ് ചെയ്താലും ഇതേ ഔട്ട്പുട്ട് തന്നെയല്ലേ കിട്ടുക? ഫിൽറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ എന്താ? ഫിൽറ്റർ ട്രൂ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റിനെ തന്നെ ആഡ് ചെയ്യാം. നമ്പറിനെ തന്നെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണോ റിട്ടേൺ ചെയ്തത്, ഇവിടെ ഞാൻ ഈ ഒരു സാധനം മാറ്റിയിട്ട് ഇവിടെ അല്ലേ ഫിൽറ്റർ എഴുതിയുടെ ഇവിടെ ഞാൻ റിച്ച് പാസ് നോക്കുകയാണെന്ന് വിചാരിക്കാം. എന്താ സംഭവിച്ചാൽ ഇവിടെ ഫിൽറ്റർ റിട്ടേൺ ചെയ്തത് ഒരു ബൂളിയൻ വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ റിട്ടേൺ ചെയ്ത സ്ട്രിംഗ് ആണ്. ആ സ്ക്രിപ്റ്റിൽ സ്ട്രിംഗ് റിട്ടേൺ ചെയ്ത് അതിൻ്റെ അർത്ഥം ട്രൂ എന്നാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ട്രൂ റിട്ടേൺ ചെയ്ത സെയിം അവസ്ഥ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൂ ആയി കഴിഞ്ഞാൽ ആ എലമെന്റിൽ തന്നെ ആഡ് ചെയ്യും. മനസ്സിലായോ? ഫിൽറ്ററും മാപ്പും തമ്മിലുള്ള വ്യത്യാസം, ഫിൽറ്റർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽറ്റർ ട്രൂന്ന് റിട്ടേൺ ചെയ്താൽ ആ ഇൻപുട്ടുള്ള സാധനം എന്താണോ അതിനെ ആഡ് ചെയ്യും. മാപ്പ് അങ്ങനെയല്ല. മാപ്പ് എന്താണോ റിട്ടേൺ ചെയ്തത് അതിനെ തന്നെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണ് ഇൻപുട്ട് കൊടുത്ത് അതിനൊന്നും ഡസൻ കെയർ. നമ്മൾ എന്താണോ അതിലേക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത് അതിനെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ഒരു വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ടായിരിക്കും. ആണെങ്കിൽ ഇതിലെ ഒരു റിയൽ വേൾഡ് യൂസ് കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കുറച്ച് നെയിംസ് വിചാരിക്കും. ഇപ്പൊ നെയിംസ് ആക്ച്വലി ഇതിലൊരു API വരാന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ വിശ്വാസമുണ്ട് 3 നെയിംസ് ഇതിനെ ഒരു HTML പേജിലേക്ക് കാണിക്കണം വിചാരിക്കും. അപ്പൊ നമുക്കൊരു H1 ആയിട്ട് കൊടുക്കണം. അങ്ങനെ സമയത്ത് നമുക്കതിനെ അതൊരു ലിസ്റ്റിലാക്കി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ മാപ്പ് യൂസ് ചെയ്യാം. ഔട്ട്പുട്ട് ആയിട്ട് സിംഗിൾ കോഡ്സിലും ഇവിടെ ഞാൻ ഇതൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. ഇവിടുത്തെ പേര് ആ ഒരു ഹെഡിങ്ങിന്റെ ടാഗിനകത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഡാറ്റേൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ റിയാക്ട് ആണെങ്കിൽ ഒരു കമ്പോണന്റ് ബിൽഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇതിനാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? ആ ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി പറയാം. അപ്പൊ നമ്മൾ ഇങ്ങനെയായിരുന്നു ഇതുവരെ ഒരു സ്ട്രിങ്ങിന്റെ കോൺകാറ്റിനേഷൻ അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ കൂടെ വാല്യൂബിൾസിന്റെ വാല്യൂ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ചെയ്ത്. പക്ഷേ ഇത് ഭയങ്കര പീരിയഡ് അങ്ങനെ പ്ലസ് ഇട്ടിട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് ഒരു കോമൺ യൂസ് കേസ് ആയതുകൊണ്ട് തന്നെ ജാവാസ്ക്രിപ്റ്റ് ES6ന്റെ അകത്ത് ടെംപ്ലേറ്റ് സ്ട്രിംഗ് ഉണ്ട്. ടെംപ്ലേറ്റ് സ്ട്രിംഗ് വെച്ചാൽ നമ്മൾ സ്ട്രിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക് ടിക്ക് ഇല്ലേ, കീബോർഡിൽ 1 എന്ന് പറയുന്ന കീൻ്റെ കൂടെയുള്ള ബാക്ക് ടിക്ക് യൂസ് ചെയ്യാം. ബാക്ക് ടിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ടെംപ്ലേറ്റ് സ്ട്രിംഗ് എന്നാണ്. ടെംപ്ലേറ്റ് സ്ട്രിംഗിന്റെ പ്രത്യേകത വെച്ചാൽ ടെംപ്ലേറ്റ് സ്ട്രിംഗിനകത്ത് നമുക്ക് വാരിയബിൾസിന്റെ വാല്യൂ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു $സൈനും പിന്നെ ബ്രാക്കറ്റിനകത്ത് ജാവാസ്ക്രിപ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റും. അവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം നെയിം ആണല്ലോ കഴിഞ്ഞാൽ മൂന്നാമത്തെ കേസിലാണ് റിച്ച് പാസ് അടുത്തിലാതെ അടുത്തിലുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ പ്ലസ് ഇട്ടിട്ട് അലമ്പായിട്ട് ചെയ്യുന്നതിന് പകരം ടെംപ്ലേറ്റ് സ്ട്രിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ കോഡ് കുറച്ചുകൂടെ ക്ലീൻ. ക്ലിയർ ആണോ? അവിടെ അത് ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് പോട്ടെ. നമ്മളിത് പൈത്തണിനകത്ത് വരികയാണെങ്കിൽ ഫോർമാറ്റഡ് സ്ട്രിംഗ് ആയിരുന്നു യൂസ് ചെയ്തത്. ആ ഒരു സെയിം കൺസെപ്ഷൻ ഡാർട്ടിലൊക്കെ
ഇതേ സെയിം സാധനം തന്നെ ഉണ്ട് കേട്ടോ. ജാവാസ്ക്രിപ്റ്റിന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഡീസ്ട്രക്ചറിങ് പറയട്ടെ. ആ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലിസ്റ്റ് വിചാരിക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നേരത്തെ പോലെ തന്നെ ഈ മൂന്നാൾക്കാരുടെ പേര് നമുക്ക് 3 സെപ്പറേറ്റ് വേരിയബിളിലേക്ക് കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നെയിം 1 എന്നൊരു വേരിയബിളിലേക്ക് ഒന്നാമത്തെ ആളെ കിട്ടണം. നമ്മൾ നെയിംസ് ഓഫ് 0 നടക്കും. കിട്ടണമെങ്കിൽ നെയിം 2 എന്നുള്ള വേരിയബിൾ ആണെങ്കിൽ നെയിംസ് ഓഫ് 1 എന്ന് കൊടുക്കും. ഇനി മൂന്നാമത്തെ ആൾ കിട്ടണമെങ്കിൽ നെയിംസ് ഓഫ് 2 കൊടുക്കും. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഡീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഡീസ്ട്രക്ചറിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊടുത്തതിന് പകരം നമ്മൾ ജസ്റ്റ് വേരിയബിൾ കൊടുക്കാം. മൂന്ന് വേരിയബിൾ ആണല്ലോ. ഈ 3 വേരിയബിളിനെ നിങ്ങൾ ലിസ്റ്റിലാക്കിയിട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ നമ്മൾ നെയിംസ് എന്നുള്ള ലിസ്റ്റിനകത്തുള്ള ഒന്നാമത്തെ വാല്യൂ എടുത്തിട്ട് നെയിം 1ലേക്കും രണ്ടാമത്തെ എടുത്തിട്ട് നെയിം 2ലേക്കും മൂന്നാമത്തെ എടുത്തിട്ട് നെയിം 3ലേക്കും കൊടുത്തു. ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നെയിം 1 നോക്കുകയാണെങ്കിൽ നെയിം 2 ആണെങ്കിൽ അതെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റിനകത്ത് ഒരു വേരിയബിളിനെ കൊടുക്കണമെങ്കിൽ നമ്മൾ യൂഷ്വലി ഇങ്ങനെ ചെയ്യാം, ഇൻഡെക്സ് വെച്ചിട്ട് കൊടുക്കുക ചെയ്യാം. അതിന് പകരം നമുക്ക് വേരിയബിളിനെ ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റ് അല്ലെങ്കിൽ വേരിയബിളിന്റെ കീവേഡ് ഏതുകൊണ്ട് യൂസ് ചെയ്യാം. പക്ഷേ ഈ വേരിയബിളിന്റെ പേരൊക്കെ ഒരു ലിസ്റ്റിലായിരിക്കണം. ലിസ്റ്റിനെ ഡീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾസിനൊക്കെ ലിസ്റ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൈത്തണിന്റെ അകത്ത് നമ്മൾ ട്രിപ്പിളിനെ എന്താ ഡീസ്ട്രക്ചർ ചെയ്യാന്ന് നമ്മൾ പറയാം. ട്രിപ്പിളിന് ഇങ്ങനെ വാല്യൂ ഇതിലേക്ക് പാസ് ചെയ്യുമ്പോൾ സെയിം ഐഡിയ ഉപയോഗിക്കുന്നത്. ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ റിയാക്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ യൂസ് സ്റ്റേറ്റ് എന്നുള്ള ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ ഇങ്ങനെ ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യുമ്പോൾ സെയിം ഇതേ കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അവിടെ ആണെങ്കിൽ ഇപ്പം സ്റ്റേറ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. അവിടെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെയിം കൺസെപ്റ്റ് ആണ് കേട്ടോ. നമുക്കൊരു ലിസ്റ്റിന്റെ അകത്തുനിന്ന് സെപ്പറേറ്റ് വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ഈക്വൽ ടു ഇട്ടിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ സെപ്പറേറ്റ് വേരിയബിളിലേക്ക് നെയിം 1 നെയിം 2 നെയിം 3ലേക്ക് ഈ ലിസ്റ്റിലുള്ള ഇവിടെ ഓർഡർ മാറ്റേഴ്സ്. ഇവിടെ നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നെയിം 2 ഇവിടെ നെയിം 1 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടോ ഈ ഓർഡർ എന്താണോ അതിനനുസരിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. ഇത് നമ്മൾ അറേ ഡീസ്ട്രക്ചറിങ് എന്ന് പറയും. അത് ക്ലിയർ ആണോ? റിയാക്ട് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പം സെയിം വൈബിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. സ്റ്റുഡന്റ് എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. നെയിമിലേക്ക് സ്റ്റുഡന്റിന് നെയിം വേണം. അതേപോലെ റോൾ എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റുഡന്റിന്റെ റോൾ മനസ്സിലാക്കാം. പ്രിന്റീവായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞു ഡീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ ഇവിടെ കൺസോൾ ചെയ്തൊക്കെ നെയിമിൻ്റെ പേര് എന്താണ് വരുന്നത്. നമ്മൾ ഈ ഒരു രൂപത്തിൽ ചെയ്യുന്ന ഡീസ്ട്രക്ചറിങ്ങിൻ്റെ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ലിസ്റ്റിനായിരുന്നു ഡീസ്ട്രക്ചർ ചെയ്തത്. ഇപ്പം നമ്മൾ എന്തിനാ ഒബ്ജക്റ്റിനാണ് ഡീസ്ട്രക്ചർ ചെയ്യുന്നത്. അപ്പം തന്നെ അത് നമ്മൾ കോൺസെപ്റ്റ് ലിസ്റ്റ് ആയിരുന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് ഇട്ട് ഒബ്ജക്റ്റ് ആണ് ഓർക്കേണ്ട. ഒബ്ജക്റ്റിന് ക്രെഡിബിലിറ്റി സെലക്ട് ചെയ്യും. നമുക്ക് എന്തൊക്കെ ഡീസ്ട്രക്ചർ ചെയ്യും. ഇപ്പം നെയിം റോൾ ഇപ്പം നെയിം റോൾ ഈക്വൽ ടു സ്റ്റുഡൻറ്റ് നടത്തുകയാണ്. നെയിം എന്നുള്ള ഈ പ്രോപ്പർട്ടി നെയിം എന്നുള്ള വേരിയബിളിലേക്ക് വരും. റോൾ എന്നുള്ള ഈ പ്രോപ്പർട്ടി റോൾ എന്നുള്ള വേരിയബിളിലേക്ക് വരും. അങ്ങനെ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഡീസ്ട്രക്ചർ ചെയ്തിട്ട് സെപ്പറേറ്റ് വേരിയബിളിനെ കൊടുക്കാൻ പറ്റും. ഇവിടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ പ്രോപ്പർട്ടിയും വേരിയബിളിന്റെ നെയിമും സെയിം ആണ്. ഇപ്പൊ ഞാൻ അവിടെ ഇത് റോൾ നമ്പർ എന്നാണ് കൊടുക്കുന്നത് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ റോൾ നമ്പർ ആക്സ് ചെയ്യാൻ നോക്കി. സമയത്ത് അൺഡിഫൈൻഡ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന കേസ് എന്താ ചെയ്യാൻ ഞാൻ പറയാം. അതിന് മനസ്സിലായോ? നമുക്ക് ലിസ്റ്റിന്റെ അകത്ത് പൊസിഷൻ അനുസരിച്ചിട്ട് വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കാം. അവിടെ ലിസ്റ്റാണ് കൊടുക്കാം. ഒബ്ജക്റ്റിനാണ് ഡീസ്ട്രക്ചർ ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്റ്റിന്റെ ക്ലേ പ്രൈസ് ഇട്ടിട്ട്
വാരിയബിൾസ് കൊടുക്കുക. അപ്പോൾ വാരിയബിൾസിലേക്ക് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ റിയാക്ടിനകത്ത് നിന്ന് എന്താ പ്രോപ്സ് കൊടുക്കുമ്പോൾ ഒക്കെ ഈ ഒരു ഐഡിയ ചെയ്യും. ഇതായിട്ട് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ പ്രോപ്പർട്ടീസിന്റെ സെയിം വേരിയബിൾ നെയിം ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. നമുക്കിനി വേറെ വേരിയബിൾ നെയിം കൊടുക്കണം. അപ്പോൾ റോളിന് നമുക്ക് റോൾ നമ്പർ കൊടുക്കണം. ഇപ്പോൾ ഒരു കോളം കിട്ടിയിട്ട് പുതിയ വേരിയബിൾ എന്താ പേര് ഉണ്ടാവാൻ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇനി റോൾ നമ്പർ യൂസ് ചെയ്യാൻ പറ്റും. വേറെ വേരിയബിൾ നെയിം വേണ്ട സിറ്റുവേഷൻസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കോളം ഇട്ടിട്ട് വേരിയബിളിന്റെ പേര് എടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ്. അപ്പോൾ ഇവിടെ സുഖം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നെയിം മാത്രമായി വിചാരിക്കാം. നിങ്ങൾ നെയിം മാത്രം കൊടുത്താൽ മതി. വേറെ നെയിമിനെ മാത്രം ഇത് ഒബ്ജക്റ്റിന്റെ അകത്ത് നെയിമിനെ മാത്രം എടുത്ത്. അപ്പോൾ ഇതിനാണ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് എന്ന് പറയാം. ക്ലാസ് ഡീസ്ട്രക്ചറിങ് ഉണ്ട്, ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് യൂസ് ഉള്ള സാധനം കേട്ടോ. ക്ലിയർ ആണോ? വളരെ ക്ലിയർ ആണ്. ഓക്കെ, സ്പ്രെഡ് ഓപ്പറേറ്റർ. സ്പ്രെഡ് ഓപ്പറേറ്റർ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളാണ്. എനിക്കിതിലേക്ക് പുതിയൊരു നമ്പേഴ്സിന് ലിസ്റ്റ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ന്യൂ നമ്പേഴ്സ് നോക്കിയിട്ടാണ് എനിക്ക് ഈ രണ്ട് ലിസ്റ്റിനെയും ഒന്നാക്കണം വിചാരിക്കാം. ഒന്നാക്കണമെങ്കിൽ നമുക്ക് മിക്സഡ് നമ്പേഴ്സ് മാത്രം കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റിൽ കോൺടാക്ട് എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പ്രശ്നം വെച്ചാൽ ഇത് അറ്റത്തേക്ക് വേണമെങ്കിൽ കൊണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് ഈ ലിസ്റ്റാണ് ഇവിടെ വരുന്നതെങ്കിൽ അതിൻ്റെ അറ്റത്തേക്ക് അതിന് പകരം ജാവാസ്ക്രിപ്റ്റ് ES6 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ഓപ്പറേറ്ററാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ. അപ്പോൾ സ്പ്രെഡ് ഓപ്പറേറ്റർ എന്താ വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റിനെ ഈ രണ്ട് ലിസ്റ്റിനെ മിക്സ് ആക്കിയിട്ട് ചെയ്യാൻ വിചാരിക്കാം. ഞാൻ ഇങ്ങനെ കൊടുക്കാം, ന്യൂ നമ്പേഴ്സും കൊടുക്കണം. ഒന്ന് സംഭവിക്കാം, ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ടു ഡയമെൻഷൻ അറേ എന്നൊക്കെ വിളിക്കാം, അതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിലുള്ള എലമെന്റ്സിനൊക്കെ പൊളിച്ചിടണം, അല്ലെങ്കിൽ ഈ കേളി ബ്രേസ് ഒഴിവാക്കണം വിചാരിക്കാം. അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു 3 ഡോട്ട് കൊടുക്കും. അതിന് നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ സ്പ്രെഡ് ഓപ്പറേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നോക്കിയാൽ മതി, ഇവിടെ ഇടാത്തതുകൊണ്ട് അതൊരു ലിസ്റ്റായിട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ സ്പ്രെഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ലിസ്റ്റിന് അല്ലെങ്കിൽ ആ എന്താണോ സാധനം ലിസ്റ്റിനെ മാത്രമല്ല ഒബ്ജക്റ്റിനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് എന്താ സാധാരണ വാല്യൂസ് ആക്കി മാറ്റും. ഞാനിവിടെ ഇതിനും 3 ഡോട്ട്സ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ. സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലിസ്റ്റിനെ നമുക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കൂടെ പറഞ്ഞ ഒബ്ജക്റ്റിനെ നമുക്ക് എന്താ പൊളിച്ചെഴുതാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നമ്പേഴ്സിന്റെ വാല്യൂ എന്തായിരുന്നു നോക്കാം. 99 കഴിഞ്ഞിട്ട് പിന്നെ ഇതിലുള്ള മൊത്തം വാല്യൂസിനെ ഇവിടത്തേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ 1 2 3 4 5 1 2 3 പിന്നെ 100 101. അതാണ് സ്പ്രെഡ് ഓപ്പറേറ്ററിന്റെ ലിസ്റ്റുകളുടെ യൂസേജ്. ജസ്റ്റ് നമുക്കൊരു ലിസ്റ്റിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. സംഭവം കത്തിയോ, ജസ്റ്റ് 3 ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലിസ്റ്റിൻ്റെ അകത്ത് വേറെ ലിസ്റ്റ് എലമെന്റ്സും കൂടെ നടക്കണമെങ്കിൽ നമുക്ക് സ്പ്രെഡ് യൂസ് ചെയ്ത് നമ്മൾ ഡാർട്ടിൽ യൂസ് ചെയ്യണം കേട്ടോ. ഫ്ലട്ടറിൽ ഇതിൻ്റെ കേസ് ചെയ്യാൻ തയ്യാറാണ്. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ട്,
ഒന്ന് കാണാം, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, അഡ്രസ് ഉണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ രണ്ട് പ്രോപ്പർട്ടീസ് കൊണ്ടുപോകണം. എനിക്ക് സിറ്റിംഗ് കൺട്രിയും കൂടെ ഇതിനകത്തേക്ക് പോകണം. അപ്പൊ അങ്ങനെ വേണ്ട സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ സാധനം വർക്ക് ചെയ്യും. പക്ഷെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഞാൻ ചെയ്യാൻ നോക്കാം. സ്റ്റുഡന്റിന്റെ ഇപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. എനിക്ക് ഈ രണ്ട് പ്രോപ്പർട്ടി കൂടെ ഇത് നിങ്ങൾട്ടേക്ക് എടുക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സ്പ്രെഡ് ഓപ്പറേറ്റർ ഇവിടെ യൂസ് ചെയ്ത് ഞാൻ 3 ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്തിനാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ അഡ്രസ്സിനാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതിനകത്തുള്ള മൊത്തം സാധനങ്ങളും ഇവിടത്തേക്ക് കൊടുക്കും. ഇതിനകത്ത് സിറ്റി ഉണ്ട്, കൺട്രി എന്നതും ഇതിന്റെ പാർട്ടായിട്ട് മാറും. അതാണ് ഒബ്ജക്റ്റിന്റെ അകത്ത് സ്പ്രെഡ് ഓപ്പറേറ്റർ. അപ്പൊ അതിന്റെ പൊസിഷൻ ലൊക്കേഷന് പ്രാധാന്യം കേട്ടോ. ഞാൻ ഇവിടെ കൊടുക്കുന്നെങ്കിൽ നെയിം കഴിഞ്ഞിട്ട് ഇതിന് അഡ്രസ്സിലെ സിറ്റി കണ്ടുവരും, എന്നിട്ടാണ് റോൾ വരും. സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നെങ്കിൽ അതിന് പൊസിഷന് പ്രാധാന്യം കേട്ടോ. അതാണ് ഒബ്ജക്റ്റില് സ്പ്രെഡ് ഓപ്പറേറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഭവം നേരത്തെ ആദ്യം പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാകാൻ സമയത്ത് ഇപ്പൊ സ്റ്റുഡന്റ് എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി, ഇനി അടുത്ത ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സെയിം സാധനം വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ സ്റ്റുഡന്റ് വന്നാണെങ്കിൽ സ്റ്റുഡന്റ് ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ മാനുവലി രണ്ട് ഒബ്ജക്റ്റിന് സെറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചറസ് അല്ലേ. അപ്പൊ നമ്മൾ യൂഷ്വൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എന്താ ജാവയിലും പൈത്തണിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനൊന്നല്ല ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാക്കാം. അപ്പൊ അത് ജാവാസ്ക്രിപ്റ്റിനകത്തൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ക്ലാസും. അതേപോലെ തന്നെ എന്താ ക്ലാസ്സിന്റെ സംഭവം ശരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് അതിന്റെ സിന്റാക്ടിക് ഷുഗർ ആണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ക്ലാസ് ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് ക്ലാസ് ഉണ്ടാക്കാം. ക്ലാസ് ഉണ്ടാക്കാൻ ക്ലാസ് എന്നുള്ള കീവേഡ് കൊടുക്കുക, ക്ലാസിന്റെ പേര് കൊടുക്കുക. അപ്പം ക്ലാസിന്റെ പേര് ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ക്യാപിറ്റൽ സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ് ഉണ്ടാക്കാം. ഇതുകൊണ്ടത് നമ്മൾ ഫംഗ്ഷനാണ്. നമ്മൾ പൈത്തണിലാണെങ്കിൽ ഇനിറ്റ് എന്നുള്ള ഫംഗ്ഷൻ, ഇനി ജാവയിലാണെങ്കിൽ നമ്മൾ ആ ഒരു ക്ലാസിന്റെ പേര് തന്നെ നമ്മൾ കൺസ്ട്രക്ടർ നോക്കി. അപ്പം ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ കൺസ്ട്രക്ടർ തന്നെയാണ് അതിന്റെ പേര്. ഒരു ഫംഗ്ഷൻ ഇൻപുട്ട് ആയിട്ട് അതിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെ ഉണ്ടോ അതിനെടുക്കുക. ഇപ്പൊ നെയിം റോൾ നെയിം റോൾ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ച ദിസ് കയറി ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം ദിസ് ഡോട്ട് റോൾ. എന്താ സുഖം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ മാനുവലി സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് പകരം ഇനി നമുക്ക് സ്റ്റുഡന്റിന് ഉണ്ടാക്കാൻ ജസ്റ്റ് ന്യൂ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഇൻപുട്ട് ആയിട്ട് സ്റ്റുഡന്റ് പേര് ഇവിടെയും അതേപോലെ തന്നെ കീവേഡ് യൂസ് ചെയ്യാം. സ്റ്റുഡന്റ് പേര് റോൾ നമ്പർ. ഇങ്ങനെയാണ് നമ്മൾ ഒന്നുകൂടെ എന്താ യൂസബിൾ ആയിട്ടുള്ള കോഡായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ അവിടെ ജസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് എന്നുള്ള കീവേഡ് ക്ലാസ്സിനുള്ള പേര് കൊടുക്കുക. എന്നിട്ട് അതിൽ സ്പെഷ്യൽ മെത്തേഡ് ഉണ്ട് കൺസ്ട്രക്ടർ. ഈ കൺസ്ട്രക്ടർ ആണ് ഇവിടെ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത് ശരിക്കും കൺസ്ട്രക്ടറിലേക്കാണ് പാസ് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടി സെറ്റ് ആണെങ്കിൽ ദിസ് യൂസ് ചെയ്യാം. അപ്പോൾ ദിസ് ഡോട്ട് നെയിം ദിസ് ഡോട്ട് റോൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൽ വേറെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫംഗ്ഷൻ ഉള്ള സമയത്ത് നമ്മൾ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യത്തെ ഫംഗ്ഷൻ പേര് കൊടുത്താൽ അപ്പോൾ ടോക്ക് എന്നുള്ള ഫംഗ്ഷനാണ്. സ്റ്റുഡന്റ് വന്ന ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ നേരത്തെ ES6 സ്റ്റാൻഡേർഡിൽ പറഞ്ഞ പോലെ തന്നെ ഫംഗ്ഷൻ ഏതാ ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യം കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ബേസിക് ആയിട്ട് ക്ലാസ് ഉണ്ടാക്കാം. പിന്നെ ക്ലാസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എക്സ്റ്റെൻഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു ക്ലാസ് നിന്ന് വേറെ ക്ലാസ്സിലേക്ക് പ്രോപ്പർട്ടീസ് പാസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ് ഉണ്ട്, ഇനി നമ്മൾ വേറെ ക്ലാസ് ഉണ്ടാക്കണം. സ്റ്റുഡന്റ് അപ്പം സ്റ്റുഡന്റിന് നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഒരു പുതിയ സ്റ്റുഡന്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. സ്റ്റുഡന്റ് 3 ആയിട്ട് സ്റ്റുഡന്റിനെ ഉണ്ടാക്കണം. അപ്പം ഈ സ്റ്റുഡന്റ് എന്നുള്ള സാധനം ഈ സ്റ്റുഡന്റ് എന്നുള്ള സാധനം സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസിന്റെ ഒരു ചൈൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ജാവയിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം സിന്റാക്സിൽ തന്നെ എക്സ്റ്റെൻസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് പാരന്റ് ക്ലാസ്സിൽ നടക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പിന്നെ ഇതിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിന് ആക്സസബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിലൊരു കൺസ്ട്രക്ടർ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഇതിലുള്ള നെയിം റോൾ ചെക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് സൂപ്പർ കൊടുത്തിട്ട് നെയിം റോൾ ക്ലാസ് എടുക്കാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തെടുത്താൽ KG സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് എവിടെയും നെയിം റോൾ എന്നുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ലിസ്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അത് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൂപ്പർ എന്നുള്ള കീവേഡ്. സൂപ്പർ എന്ന് വെച്ചാൽ അത് നേരെ മേലെ കിടക്കുന്ന ക്ലാസ്സിനാണ് സൂപ്പർ ക്ലാസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് റിയാക്റ്റിലൊക്കെ പണ്ടാണെങ്കിൽ നമ്മൾ കമ്പോണൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാനുവലി ഉണ്ടാക്കിയായിരുന്നു. പുതിയതിലൊക്കെ ആരോ ഫംഗ്ഷൻ ബേസ്ഡ് ആണ് ബുക്സ് ഒക്കെ വന്നതോടെ. ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള മനസ്സിലാക്കാം. ഇതും ശരിക്കും വർക്ക് ചെയ്യുന്നത് അതൊരു ഫംഗ്ഷൻ മാത്രമാണ്. ഇതൊരു സിന്റാക്ടിക് ഷുഗർ എന്ന് വായിക്കാം. ഇത് ആക്ച്വലി അണ്ടർലൈൻ ഒരു ഫംഗ്ഷൻ മാത്രമാണ്, സ്റ്റുഡന്റ് എന്നുള്ള ഫംഗ്ഷൻ മാത്രമാണ്. അപ്പോൾ അതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് നമ്മൾ ഈ ഒരു രൂപത്തിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് കാണാൻ ഭയങ്കര റയർ ആയിരിക്കും. കാരണം ഇത് നമ്മൾ ഫ്രെയിം വർക്കിന്റെ അകത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ വലിയ എന്തെങ്കിലും പ്രൊഡക്ഷന് കിടക്കുന്ന കോഡിലൊക്കെ നമ്മൾ ആർക്കിടെക്ചറൊക്കെ ഫോളോ ചെയ്യുക ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ മറ്റേ ആ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക, എല്ലാം ഒരൊറ്റ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ചെയ്താൽ. പക്ഷെ നമ്മൾ വലിയ എന്തെങ്കിലും സാധനം എഴുതുന്ന സമയത്ത് നമുക്ക് മൊഡ്യൂൾസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കോഡ് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കോഡ് നല്ല അടിപൊളിയായിട്ട് എടുക്കാം. അവിടെ നമുക്ക് ഈ സ്റ്റുഡന്റ് ക്ലാസ്സിനെ പിടിച്ചിട്ട് സ്റ്റുഡന്റിന്റെ ഒരു ഫയൽ ആക്കി മാറ്റാം. അപ്പോൾ നമ്മളിവിടെ student.js എടുക്കാം, എന്നിട്ട് അതിലേക്ക് കൊടുക്കാം. ഇനി KG സ്റ്റുഡന്റിന് ഈ സ്റ്റുഡന്റ് ക്ലാസ്സിന് എടുത്തിട്ട് student.js എന്ന് പറയുന്ന ഫയലിലേക്ക് സേവ് ചെയ്ത് KG സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ്സിനെ KG സ്റ്റുഡന്റ് എന്നുള്ള ഫയലിലേക്ക് സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ആദ്യം വേണം എന്താ, KG സ്റ്റുഡന്റിൽ നമ്മൾ സ്റ്റുഡന്റിനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ് ഈ student.js എന്നുള്ള ഫയലിലാണുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു സ്റ്റുഡന്റ് ക്ലാസ് നമുക്ക് പുറത്തേക്ക് യൂസ് ആവണം, അല്ലെങ്കിൽ ഇതൊരു മൊഡ്യൂൾ ആണെന്ന് പറയണം. മൊഡ്യൂൾ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ചെയ്യാം എക്സ്പോർട്ട് എന്നുള്ള ഒരു കീവേഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് സാധനത്തിന് എക്സ്പോർട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും, വേരിയബിൾ ഇട്ട് കൊടുക്കാൻ പറ്റും, ഫംഗ്ഷൻ ഇട്ട് കൊടുക്കാൻ പറ്റും, ക്ലാസ് ഇട്ട് കൊടുക്കാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സുഖം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൽ ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ശേഷം ഓപ്പണിംഗ് ഇട്ടതിൻ്റെ റീസൺ ഞാൻ പറയാം. സ്റ്റുഡന്റ് എന്നുള്ള ഇതിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. എന്തിന് ഇമ്പോർട്ട് ചെയ്യണം, ഞാൻ കൺട്രോൾ സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോ കംപ്ലീഷൻ തരുന്നുണ്ട് സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ്സിന്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ student.js എന്ന് പറയുന്ന ഇതിലെ സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ്സിനെ നമുക്ക് പുറത്ത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് നമ്മൾ നെയിംഡ് എക്സ്പോർട്ട്സ് നോക്കാം. നെയിംഡ് എക്സ്പോർട്ട്സ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഒബ്ജക്റ്റ് എന്ന് വേരിയബിളിലേക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഡീസ്ട്രക്ചറിങ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റുഡന്റ് എന്നുള്ള ഈ ഒരു സാധനത്തിലേക്ക് ഈ സ്റ്റുഡന്റ് എന്നുള്ള student.jsലുള്ള സ്റ്റുഡന്റ് ക്ലാസ്സിനെ കിട്ടും. ആ കിട്ടിയെന്നാണ് ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ KG സ്റ്റുഡന്റിനെ എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ മുമ്പിലും മുമ്പിൽ കൊടുക്കുക എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യണമെങ്കിൽ രൂപത്തിൽ തന്നെ ഇവിടെ KG സ്റ്റുഡന്റിന് എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യാനാവുന്നുള്ളത് നമ്മൾ കൺട്രോൾ സ്പേസ് കൊടുത്താൽ കിട്ടും. KG സ്റ്റുഡന്റിൽ ഇപ്പോൾ നമ്മൾ KG സ്റ്റുഡന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റുഡന്റിന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് ഇമ്പോർട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, student.js എന്നുള്ള ഫയലിൽ നിന്ന് ഈ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ കൊടുത്തത് ജസ്റ്റ് ഒരു എക്സ്പോർട്ട് കൊടുത്തത്. ഇത് നമ്മൾ നെയിംഡ് എക്സ്പോർട്ട് എന്ന ജാവാസ്ക്രിപ്റ്റിൽ പറയാം. അതുകൊണ്ട് ഈ സ്റ്റുഡന്റ് എന്നുള്ള സാധനത്തിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കേർലി ബ്രേസ് ഇട്ട് കൊടുക്കണം. ഇനി KG സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ്സിൻ്റെ അകത്ത് ഈ KG സ്റ്റുഡന്റ് എന്നുള്ള ക്ലാസ്സിന് നമ്മൾ ജസ്റ്റ് എക്സ്പോർട്ടാണ് കൊടുത്തത്. അപ്പോൾ ഉടനെ അതും നെയിംഡ് എക്സ്പോർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ നമുക്ക്
മോഡലറായിട്ട് പ്രോഗ്രാം റൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനൊരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിൽ ഞാൻ നോഡ് വെച്ച് ചെയ്യാം. ഇവിടെ ഞാൻ നോഡിനകത്ത് പാക്കേജ് ജേസൺ സെറ്റ് ചെയ്യാത്തതുണ്ടോ കോക്കനാണെങ്കിൽ ഓവാശിൻ്റെ പേരും മാറ്റുണ്ടാവും ഔട്ട്പുട്ട് കാണിച്ചാൽ ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. നിങ്ങൾക്ക് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ മൊഡ്യൂളാക്കി മാറ്റണമെങ്കിൽ അതിന് ഔട്ട്സൈഡ് വേൾഡിലേക്ക് നമ്മുടെ എക്സ്പോഷർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എക്സ്പോർട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. അപ്പോൾ എക്സ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ്പോർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെയിംഡ് എക്സ്പോർട്ട് എന്ന് വിളിക്കാം. ഇനി നെയിംഡ് അല്ലാത്തതിന് നമ്മൾ ഡിഫോൾട്ട് എക്സ്പോർട്ട് എന്ന് വിളിക്കും. അപ്പോൾ അതും എക്സ്പോർട്ട് ഇങ്ങനെ ചെയ്യും. ഇത് ജസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ നെയിംഡ് എക്സ്പോർട്ട് ആയിരുന്നു. ഡീഫോൾട്ട് എക്സ്പോർട്ട് ആകുന്ന സമയത്ത് നിങ്ങൾ അതിൽ കൂടെ ഈ നേരത്തെ പോലെ ഡീസ്ട്രക്ചറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്റ്റുഡൻറ്റ് എന്നുള്ള ഇതിലേക്ക് വരും. ഓക്കെ ആണെങ്കിൽ പ്രോവേഷൻ വേണം. ജസ്റ്റ് നിങ്ങൾ ഇത്ര മനസ്സിലാക്കാം. ഒരു ഫയൽ മൊഡ്യൂളായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ടൈപ്പായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് എക്സ്പോർട്ടും അതേപോലെ തന്നെ നെയിംഡ് എക്സ്പോർട്ട്. നെയിംഡ് എക്സ്പോർട്ട് ആകുന്ന സമയത്ത് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഡീഫോൾട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ പേര് കൊടുക്കാം. നമ്മൾ റിയാക്ട് യൂസ് ചെയ്യുന്ന സമയത്ത് റിയാക്ട് എന്നുള്ള സാധനം ഡീഫോൾട്ട് എക്സ്പോർട്ടാണ്, ബാക്കി നെയിംഡ് എക്സ്പോർട്ട്. അപ്പോൾ അവസാനത്തിൽ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓടിച്ച് വിട്ടതാണ്. ഒന്നാമത്തെ റീസൺ ടൈം ആയിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ക്യാച്ച് അപ്പ് സെഷൻ ഇടാം. സ്റ്റാർട്ടിങ്ങിൽ വേരിയബിൾ ഉണ്ടാക്കുന്ന സാധനം പറഞ്ഞു, ലെറ്റും വാറും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു, പിന്നെ നമ്മൾ കോൺസ്റ്റ് എന്താന്ന് പറഞ്ഞു, പിന്നെ ഒബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി എങ്ങനെ ആക്സസ് ചെയ്യാം, അത് 2 ടൈപ്പിൽ ആക്സസ് ചെയ്യാം, ഡൈനാമിക് ആയിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാം, ഇനി ഒബ്ജക്റ്റിനകത്ത് ഫംഗ്ഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും, ഫംഗ്ഷനിൽ തന്നെ നമ്മൾ ആ ദിസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു, പിന്നെ ES6 ഫംഗ്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, അത് കോൺസ്റ്റ് വെച്ചിട്ട് പറഞ്ഞു, പിന്നെ ആരോ ഫംഗ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ആരോ ഫംഗ്ഷൻ നമ്മൾ ഒബ്ജക്റ്റിന്റെ പാർട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ബൈൻഡ് ഇല്ല എന്ന് പറഞ്ഞു. ഇനി ആരോ ഫംഗ്ഷനിൽ തന്നെ നമുക്ക് സിംഗിൾ റിട്ടേൺ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ആ കേളി ബ്രേസ് റിട്ടേൺ ഒക്കെ ഒഴിവാക്കാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് പിന്നെ അതിൽ നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്താണ്, നമ്മൾ ഫംഗ്ഷനെ തന്നെ എടുക്കുന്ന ഫംഗ്ഷനാണ് ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് മാപ്പും ഫിൽറ്ററും ഫൈൻഡും കണ്ടു. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ക്ലാസ് എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. പിന്നെ ഇൻഹെറിറ്റൻസ് എന്താന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഡീസ്ട്രക്ചറിങ് എന്താന്ന് പറഞ്ഞു, സ്പ്രെഡ് ഓപ്പറേറ്റർ പറഞ്ഞു. പിന്നെ അവസാനമായിട്ട് ഈ നെയിംഡും ഡിഫോൾട്ട് എക്സ്പോർട്ട്സ് അത് 2 ഓടിച്ചിട്ടതാണ്. നമുക്ക് വേണമെങ്കിൽ ക്യാച്ചപ്പ് സെഷൻ ഇടാം. അപ്പോൾ ഇതിൽ പറഞ്ഞതിൽ കുറേയൊക്കെ സാധനങ്ങൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ കൺസെപ്റ്റുകൾ ജസ്റ്റ് ഈ ഒരു ടൈം സ്പാനിൽ പറഞ്ഞതാണ് കേട്ടോ. ഇതൊക്കെ ഫൈൻഡ് പറഞ്ഞിട്ടില്ലല്ലോ, ഫൈൻഡ് പറഞ്ഞിക്കണോ? അതിൻ്റെ യൂസ് ഇവിടെ തന്നെ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഫൈൻഡ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ ഫിൽറ്റർ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ പുതിയൊരു അറേനാണ് റിട്ടേൺ ചെയ്യാം. ഇപ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് പുതിയൊരു അറേനാണ് റിട്ടേൺ ചെയ്യുക. ഫൈൻഡ് എന്തിനാണ് യൂസ് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്കൊരു സ്പെസിഫിക് ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഫൈൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫൈൻഡും ഇൻപുട്ട് ആയിട്ടൊരു ഫംഗ്ഷൻ എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലൂടെ ചാടി പോയി ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ രീതിയിൽ തരും, രണ്ടാമത്തെ രീതിയിൽ തരും, മൂന്നാമത്തെ രീതിയിൽ തരും. ആ വൈബിൽ തന്നെയാണ് ഫോട്ടോ. അപ്പോൾ ഞാനിതിൽ ഇൻപുട്ട് ആയിട്ടൊരു ഫംഗ്ഷൻ അതെടുക്കുക. ജസ്റ്റ് നേരത്തെ ഫൈൻഡും ഫിൽറ്ററും മാപ്പും കണ്ട അതേ വൈബിൽ തന്നെ ചാടി പോയിട്ട് ഓരോ സ്റ്റെപ്പിലും അതിലെന്താണോ ഉള്ളത് അപ്പോൾ ആദ്യത്തിൽ ഇത് കിട്ടും, പിന്നെ ഇത് കിട്ടും, പിന്നെ ഇത് കിട്ടും, അതിനേക്ക് പാസ് ചെയ്യാം.
എന്നിട്ട് നമ്മളത് ഒരു ആരോ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. എനിക്കൊരു പേര് റിച്ച് ഫാസ്റ്റ് എന്നുള്ള ആളെ കിട്ടണം. അപ്പം അങ്ങനെ ചെയ്യാം. പേഴ്സന്റെ പേര് റിച്ച് ഫാസ്റ്റ് എന്ന ആളെ കിട്ടണം. അത് ഇതിന്റെ പേര് എടുക്കാം. ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാല് ഫിൽട്ടർ ആകുമ്പോൾ ആരെന്ന് ചോദിച്ചോ. ഫിൽട്ടർ ആകുമ്പോൾ പുതിയൊരു അറേനാണ് റിട്ടേൺ ചെയ്യുക. ഫൈൻഡ് ഒറ്റ സിംഗിൾ എലമെന്റിനാണ് റിട്ടേൺ ചെയ്യുക. നമ്മുടെ ഈ കണ്ടീഷൻ മാച്ച് ചെയ്ത ആദ്യത്തെ എലമെന്റിന്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ചാടി പോയിട്ട് ഓരോ സ്റ്റെപ്പിലും ഇവിടെ നിന്ന് നമ്മൾ വാരിയബിൾ കൊടുത്താൽ വാരിയബിൾ അതിന് വാല്യൂ കൊടുക്കും. ആദ്യം ഇതിന് കൊടുക്കും, പിന്നെ ഇതിന് കൊടുക്കും, പിന്നെ ഇതിന് കൊടുക്കും. അപ്പം ഇതെപ്പോഴാണ് ട്രൂ എന്ന് റിട്ടേൺ ചെയ്തത് ആ സമയം ഇതിൻ്റെ അകത്ത് എന്താണുള്ളത് അതിന് നമുക്ക് തരും. അപ്പം ഇവിടെ ഞാൻ റിച്ച് ഫാസ്റ്റ് എന്നുള്ള പേര് ആ ഈക്വാലിറ്റി ആണ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രൂ ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക, പേഴ്സണൽ ആ സമയത്ത് ഉണ്ടായ വാല്യൂ ഇതായിരിക്കും. അപ്പോൾ അതിനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നെയിം റിച്ച് ഫാസ്റ്റ് ഏജ് റിട്ടേൺ ചെയ്തിട്ടും. ഫോർ എക്സാമ്പിൾ എൻ്റെ കണ്ടില്ലേ, ഞങ്ങൾക്ക് ഇതിൽ ഏജ് 23 ഒരാളെ കണ്ടുപിടിക്കണം ഞാൻ. സ്പെസിഫിക് എലമെന്റ് ഒറ്റ എലമെന്റിനെ മാത്രം കണ്ടുപിടിക്കാനാണ് ഫൈൻ യൂസ് ചെയ്യുക. ഫൈനിന്റെ കഥ ആദ്യം കാണുന്ന ആൾ, ഇപ്പൊ രണ്ടാൾക്കാർ 23 വയസ്സുണ്ടെന്ന് വിചാരിക്കാം. അലക്സ് കൊണ്ട് 23 വയസ്സുള്ള ഉണ്ണിയുണ്ട്. അപ്പൊ ഫസ്റ്റ് കാണുന്ന ആൾക്കാണ് പ്രിഫറൻസ് ഉണ്ടാവും. ആദ്യം കാണുന്ന ആളാണ് റിട്ടേൺ ചെയ്യട്ടോ. അതാണ് ഫൈനിന്റെ കഥ. ഇനിയിപ്പം ഒരാളും ഇല്ലെങ്കിലോ ഒക്കെ 20 വിചാരിക്കാം. അപ്പൊ നമ്മളെ കണ്ടീഷൻ റിട്ടേൺ ചെയ്യും. അതിന് ആദ്യം കാണുന്ന കണ്ടീഷൻ മാച്ച് ചെയ്യുന്ന ആളെ റിട്ടേൺ ചെയ്യും. ഇനി അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അൺഡിഫൈൻഡ് റിട്ടേൺ ചെയ്യും. അതിന്റെ പോലെ തന്നെ കുറെ മെത്തേഡ് ഉണ്ട് കേട്ടോ, റെഡ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഹയർ ഓർഡർ ഫങ്ഷൻസ് ആണ്. ഇപ്പൊ ക്ലിയർ ആണോ? ഫൈനൽ ക്ലിയർ ആണോ? പത്രക്കാരിൽ നിന്ന് ചെറിയ സെഷനിൽ നമ്മള് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറെ സംഭവങ്ങൾ പ്രോസസ് ചെയ്ത് വരാൻ നല്ല പണിയെടുക്കും.